ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ +2 ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ ഫൈനൽ ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ്, പോയംസ് ആൻഡ് ഡിസ്കോഴ്സുകൾ പഠിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. 8 മാർക്കിനെ വരുള്ളൂ എങ്കിലും കുറച്ച് പ്രശ്നക്കാരനാണ്, കാരണം ഇത് പഠിക്കാൻ കുറച്ചൊരു മെനക്കേടാണ്. പക്ഷെ പേടിക്കണ്ട, നിങ്ങൾ ഇന്ന് ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് ഉള്ളിൽ കയറ്റുക. കാരണം എല്ലാം പറ്റില്ല എന്നാണ് സത്യം. ഓക്കെ, കാരണം ചിലത് ടഫാണ്, ചിലത് ബുദ്ധിമുട്ട്, ചിലത് ടഫാണ്, ചിലത് ഈസിയാണ്. ആ ടഫായിട്ടുള്ളത് നിങ്ങൾ ചിലപ്പം ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് കയറ്റാൻ പറ്റും, ഉള്ളിൽ കയറ്റാൻ പറ്റുകയാണ് നല്ല കാര്യം. ഇല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക. എന്നിട്ട് ഈ ടഫായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞ് അത് പഠിച്ചെടുത്തോ. ഈ ലൈവ് കണ്ട് പഠിക്കാം, അതല്ലാതെ നമ്മൾ വേറെയും ലൈവുകൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ പഠിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ കടക്കാൻ പോവാണ് നമ്മുടെ കണ്ടന്റിലേക്ക്. പിന്നെ അറിയാലോ, നമ്മുടെ ഉയരെ ബാച്ചിൻ്റെ ഓണം എക്സാം ഓഫർ വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ബാക്കിയുള്ളൂ. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് +2 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നന്നായി പഠിക്കണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഇവർ പഠിക്കാം. ഞങ്ങൾ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഗ്രാമറിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഇത്രയും ടോപ്പിക്സ് ആണ്. 6 ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഇതിൽ ചിലത് ഈസിയാണ്, ചിലത് കുറച്ച് മെനക്കേടാണ്. പറ്റുന്ന അത്രയും സമയം കുറച്ച് എന്നാൽ എഫക്റ്റീവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ, റെഡി സാർ ഒന്നും കൂടി പറഞ്ഞോളൂ, നമ്മൾ അടിച്ച് പൊളിച്ചുകൊണ്ട് ചെയ്യാം, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ഫ്രേസൽ വേർബ്സ് ആയിരിക്കും. അപ്പോൾ ഫ്രേസൽ വേർബ്സ് ആക്ച്വലി കുറേ ഉണ്ട്. പക്ഷെ നമ്മുടെ ഓണം എക്സാമിൻ്റെ കോണ്ടെക്സ്റ്റിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഫ്രേസൽ വേർബ്സ് കുറയില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് വൃത്തിക്ക് പഠിക്കണം. ഇതിൽ കുറേ ഫ്രേസൽ വേർബ്സ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ കണ്ടതായിരിക്കും, ചിലത് പുതിയതും ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം. ഫ്രേസൽ വേർബ്സ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം വേണ്ട, കുറച്ച് പുതിയതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പഠിക്കാനുള്ള 5 ഫ്രേസൽ വേർബ്സിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് സെൻറ്റൻസിൽ വരുമ്പോൾ, ചോദ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റുള്ള പാസ് അവേ ആണ്. പാസ് അവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മരിക്കുക എന്നുള്ളതിൻ്റെ വേറെ ഒരു അർത്ഥമാണ്, അല്ലെ ഒരു വാക്കാണ് പാസ് അവേ. ടു ഡൈ. മൈ ഗ്രാൻഡ് മദർ പാസ്ഡ് അവേ പീസ്ഫുള്ളി ലാസ്റ്റ് നൈറ്റ്. മൈ ഗ്രാൻഡ് മദർ ഡൈഡ് പീസ്ഫുള്ളി ലാസ്റ്റ് നൈറ്റ് പറയുന്നതിന് പാസ്ഡ് അവേ എന്ന് പറയും. അപ്പോൾ പാസ് അവേ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്, അല്ലാണ്ട് ഇങ്ങനെ നടന്നു പോവുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഡു വിത്തൗട്ട്. ഡു വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പറയും ഡു വിത്തൗട്ട് എന്ന് പറയും. Okay, to manage without something or someone. For example, we had to do without electricity during the storm. അപ്പോൾ സ്റ്റോം വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിനാണ് നമ്മൾ പറയുക വി ഹാവ് ടു ഡു വിത്തൗട്ട്. ഇപ്പോൾ ഡു വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് ഡു വിത്തൗട്ട്. ഓർത്ത് വെച്ചു കേട്ടോ. ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നോക്കുകയാണോ? അല്ല, ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് മൈ ഫ്രണ്ട്സ് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡ് ആകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്, എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്, അതിൻ്റെ ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്, അതാണ് ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്നത്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുകയല്ല, ഫോൺ വിളിച്ചിട്ട് ഓഫ് ആക്കുകയല്ല. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാന്നാണ്, ടു ക്യാൻസൽ സംതിങ്. ഫോർ എക്സാമ്പിൾ, ദ ടീച്ചർ കോൾഡ് ഓഫ് ദി ടെസ്റ്റ് ബിക്കോസ് ഓഫ് ബാഡ് വെതർ. ടീച്ചർ എന്ത് ചെയ്തു? എക്സാം ക്യാൻസൽ ചെയ്തു. കോൾ ഓഫ് ചെയ്യുന്നതാണ് ക്യാൻസൽ ചെയ്തു എന്നാണ്. ലാസ്റ്റ് മേക്കപ്പ് ആണ്. മേക്കപ്പിന് ഒരു ബേസിക് അർത്ഥം എന്താണ്? ഈ മേക്കപ്പ് വേറെ അർത്ഥമുള്ള വെച്ചാൽ ടു റീകൺസൈൽ ആഫ്റ്റർ ആൻ ആർഗ്യുമെന്റ്. ഫോർ എക്സാമ്പിൾ, 2 പേര് അടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ വീണ്ടും എന്താണ്, സബൂറായോ എന്താ ആസാനല്ലേ, അതായെന്ന് പറയില്ല. അതായത് അവർ എന്താണ്, വീണ്ടും ഫ്രണ്ട്സ് ആയെങ്കിൽ നമ്മൾ പറയും അവർ മേക്കപ്പ് ചെയ്തു, അവരുടെ അടി അവർ തമ്മിൽ മേക്കപ്പ് ചെയ്തു എന്ന് പറയും. അതൊരു അർത്ഥം. മറ്റർത്ഥം എന്താണ്? ടു ഇൻവെന്റ് സംതിങ്. അതായത് അവരെന്താണ് എന്തൊരു കളവ് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബടായി പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, എൻ്റെ അപ്പൂപ്പന് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുക ഹീസ് മേക്കിംഗ് ഇറ്റ് അപ്പ്. എൻ്റെ അർത്ഥം എന്താണ്? അവൻ വെറുതെ ഉണ്ടാക്കാന്ന്, കള്ള പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ആഫ്റ്റർ ദെയർ ഫൈറ്റ് ദേ ഡിസൈഡഡ് ടു മേക്ക് അപ്പ് ആൻഡ് ബി ഫ്രണ്ട്സ് അഗൈൻ. ദേ ഡിസൈഡ് ടു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം മേക്കപ്പ് ഇട്ടൊന്നല്ല, അവരെന്താണ്, അവർ ആ സബൂറോ എന്താ വാക്കെന്താ മക്കളെ പറ, ആ സാധനമായി അവരെന്താണ് വീണ്ടും ഫ്രണ്ട്സ് ആയി എന്നാണ് അതിൻ്റെ അതൊരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഷീ മെയ്ഡ് അപ്പ് എ സ്റ്റോറി അബൌട്ട് ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക. അവൾ അന്റാർട്ടിക്കയിൽ പോയ ഒരു കഥ അവൾ മേക്കപ്പ് ചെയ്തു. അതിനർത്ഥം എന്താണ്? അവൾ ഉണ്ടാക്കി, ഉള്ള കഥയല്ല, ഉണ്ടാക്കിയത്, ബടായി അടിച്ചു എന്നാണ്. അപ്പോൾ ഇത്രയും ഫ്രേസൽ വേർബ്സിന് അർത്ഥം മനസ്സിലായല്ലോ. ഇനി മനസ്സിലാവുമെന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം പറ. പഠിച്ച ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് നിങ്ങളിത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം. ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഫ്രേസൽ വേർബ് ഏതാണ്? ഐ ഡാഷ് സീയിങ് മൈ ഫ്രണ്ട്സ് അഗൈൻ. ഐ പാസ് അവേ ആണോ? പാസ് അവേ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. ഡു വിത്തൗട്ട് എന്നാൽ ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ ലുക്ക് ഫോർവേഡ് ടു. യെസ്,
ഐ ലുക്ക് ഫോർവേഡ് ടു, ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് മൈ ഫ്രണ്ട്സ് അഗെയിൻ. ലുക്ക് ഫോർവേഡ് ടു സീയിങ് മൈ ഫ്രണ്ട്സ് അഗെയിൻ തന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞോ, കാരണം പിന്നെ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ശ്രദ്ധിക്കണ്ടല്ലോ. എ ഫ്രണ്ട് ഓഫ് മൈൻ ഹാസ് ഡാഷ് ഹെർ വെഡിങ്. എൻ്റെ ഏതോ ഫ്രണ്ട് വെഡിങ് എന്ത് ചെയ്തു എന്നായിരിക്കും, മേക്കപ്പ് ഉണ്ടാക്കി, ചാൻസ് കുറവാണ്. കോൾ ഓഫ്, ക്യാൻസൽ ചെയ്തു എന്നാവാം. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തു എന്നാണ്. ഡു വിത്തൗട്ട്, ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. വെഡിങ് ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അർത്ഥമില്ല അല്ലേ. പാസ് അവേ, മരിച്ചു ഹെർ വെഡിങ്, അത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്? ഹാസ് കോൾ ഓഫ് അല്ല, കോൾ ഓഫിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഹാസ് കോൾഡ് ഓഫ്, ഓഫിൻ്റെ സ്പെല്ലിംഗ് നോക്കി ഓഫ് ആണ്. അപ്പോൾ കോൾഡ് ഓഫ്, ക്യാൻസൽ ചെയ്തു എൻ്റെ വെഡിങ്, അത്രേ ഉള്ളൂ. സാർ ഇതിപ്പോൾ കിട്ടില്ല, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കിട്ടില്ല ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. പരീക്ഷയിൽ ഇതുപോലെ 4 ഓപ്ഷൻസ് ഒക്കെ 4 ചോദ്യങ്ങളുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് പരീക്ഷയിൽ ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം അറിയാത്തത് നിങ്ങൾ വീട്ടിൽ അടുത്ത ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് അവസാനം കിട്ടിക്കോളും. ആസ് എൻ എക്സ്ക്യൂസ് ഫോർ ബീങ് ലേറ്റ് ഷീ ഡാഷ് എ ഹോൾ സ്റ്റോറി. അവളൊരു കഥ ഉണ്ടാക്കി, എന്തായിരിക്കും? മേക്കപ്പ്. പക്ഷേ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം കേട്ടോ. ഷീ മെയ്ഡ് അപ്പ്, പാസ്റ്റ് ടെൻസിലാണ് മൊത്തം സെൻറ്റൻസ് പറയുന്നത്. എക്സ്ക്യൂസ് ലേറ്റ് ആയതിന് എക്സ്ക്യൂസ് ആയിട്ട് ഉണ്ടാക്കി, ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. ഷീ മെയ്ഡ് അപ്പ് എന്നാക്കണം കേട്ടോ. അപ്പോൾ ചിലത് നിങ്ങൾ പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് കോമൺ സെൻസ് ആണ്. പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ മാർക്കൊക്കെ കിട്ടുമോ, വേറെ കാര്യം. എന്നാലും ചെയ്യാം. ഐ ജസ്റ്റ് കനോട്ട് ഡാഷ് മൈ മൊബൈൽ, ഐ ഓൾവേസ് കീപ്പ് ഇറ്റ് വിത്ത് മീ. ഇത് രണ്ടും നോക്കിയാൽ മതി. ഐ ജസ്റ്റ് കനോട്ട് പാസ് അവേ എന്നല്ലോ, ഡു വിത്തൗട്ട്. അഡ്ജസ്റ്റ്, എനിക്ക് അതില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അല്ലേ. ഐ കനോട്ട് ഡു വിത്തൗട്ട് എന്നാണ്. അപ്പോൾ എനിക്കത് ഇല്ലാണ്ട് പറ്റില്ല എന്ന്, ഡു വിത്തൗട്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ എഴുതി വെക്കുക. പിന്നെ മാറ്റത് എന്തായിരിക്കും? പാസ് അവേ എന്നായിരിക്കും. ഷീ വാസ് വെരി സാഡ് ബിക്കോസ് ഹെർ ഫാദർ പാസ്ഡ് അവേ. ഇത്രയുള്ള സംഗതി. ഒരു സെറ്റ് ഫ്രേസൽ വേർബ്സ്. ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫ്രേസൽ വേർബ്സും കൂടെ നിങ്ങൾ പഠിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫ്രേസൽ വേർബ്സ് മാത്രമല്ല, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച കോമൺ ആയിട്ടുള്ള സിമ്പിൾ ഫ്രേസൽ വേർബ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അങ്ങനത്തെ ഫ്രേസൽ വേർബ്സ് ആണ് ചോദിക്കുക. അത് നമുക്ക് നോക്കാം. എന്തായാലും പബ്ലിക് എക്സാമിന് മുമ്പ് നമ്മൾ ഫുൾ ഒരു ലൈവ് തന്നെ വെക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ ഫുള്ള് വരാം, ഫ്രേസൽ വേർബ്സ് എല്ലാം കൂടെ ഉള്ളത്. ഓക്കെ, പക്ഷെ തൽക്കാലം എല്ലാം കൂടെ രാവിലെ പഠിച്ചിട്ട് കാര്യമില്ല, കാരണം വേറെ ടോപ്പിക്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഫ്രേസൽ വേർബ്സും കൂടെ പഠിക്കാം. ചിലത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചാൽ ചിലത് പുതിയതായിരിക്കും. ക്യാരി അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മുഴുകി പോവുക. ടു ബിക്കം ഓവർലി എക്സൈറ്റഡ് ഓർ ലൂസ് സെൽഫ് കൺട്രോൾ. ഷീ ഗോട്ട് ക്യാരീഡ് അവേ ബൈ ദ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് സ്പെൻഡ് മോർ മണി ദാൻ ഷീ പ്ലാൻ. അതിലങ്ങോട്ട് മുഴുകിപ്പോയി, ലോസ്റ്റായിപ്പോയി, ബോധമില്ലാണ്ട് ചെയ്യുന്നതിനാണ് ക്യാരീഡ് അവേ എന്ന് പറയും. ബ്രേക്ക് ഔട്ട്, ടു സ്റ്റാർട്ട് സഡൻലി ഓഫർ റെഫറിങ് ടു സംതിങ് നെഗറ്റീവ് ലൈക്ക് വാർ, ഡിസീസ് ഓർ ഫയർ. ഒരു ഫയർ ബ്രേക്ക് ഔട്ട് ചെയ്തെന്നാണ് പറയുക, അല്ലെങ്കിൽ ഡിസീസ്, കോവിഡ് പാൻഡമിക് ബ്രേക്സ് ഔട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു വാർ ബ്രേക്ക് ഔട്ട് ചെയ്യുക, പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങുകയെന്ന്, അതിനാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുക. ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ ദ കിച്ചൺ ലാസ്റ്റ് നൈറ്റ്. പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുക. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ക്രിക്കറ്റിലെ റൺ ഔട്ട് അല്ല, റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക. ടു യൂസ് അപ്പ് ഓൾ ഓഫ് സംതിങ് ലീവിങ് നൺ ലെഫ്റ്റ്. വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. വി റാൻ ഔട്ട് ഓഫ് മിൽക്ക് എന്നാണ് പാല് തീർന്നു പോയി വീട്ടിൽ, അപ്പോൾ അതിന് പറയുന്നതാണ് വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. അല്ലാണ്ട് പാലും കൊണ്ട് ഓടിക്കുന്നൊന്നല്ല കേട്ടോ. സോ ഐ നീഡ് ടു ഗോ ടു ദ സ്റ്റോർ, അതുകൊണ്ട് എനിക്ക് കടയിൽ പോയി വാങ്ങണം. അപ്പോൾ റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. പുട്ട് എന്ന് പറഞ്ഞാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. ടു ടോളറേറ്റ് ഓർ എൻഡ്യൂർ സംതിങ് അൺപ്ലസന്റ്. ഐ ഡോണ്ട് നോ ഹൗ ടു പുട്ട് അപ്പ് വിത്ത് ഓൾ ദാറ്റ് നോയ്സ് അറ്റ് നൈറ്റ്. എനിക്കതെങ്ങനെ സഹിക്കണം, ആ ഒച്ച രാത്രി ഇങ്ങനെ സഹിക്കണം എന്ന് അറിയില്ല. സഹിക്കുക എന്നാണ് പുട്ട് അപ്പ് വിത്ത്. കീപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയും കീപ്പ് ഇറ്റ് എന്ന് അറിയില്ല, അതന്നെ. ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ് ഓർ മെയിൻറ്റെയിൻ എ പേസ് ഓർ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. യു നീഡ് ടു കീപ്പ് അപ്പ് വിത്ത് യുവർ സ്റ്റഡീസ് ഇഫ് യു വോണ്ട് ടു പാസ് ദി എക്സാം. അത് കീപ്പ് അപ്പ് ചെയ്യണം, ആ ലെവലിൽ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇത്രയും ഫ്രേസൽ വേർബ്സിന് അർത്ഥം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചോദ്യം വെച്ച് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ചോദ്യം, ഡോണ്ട് സ്മോക്ക് ഇൻ ദ ഫോറസ്റ്റ്, ഫയേഴ്സ് ഡാഷ് ഈസിലി അറ്റ് ദിസ് ടൈം ഓഫ് ദി ഇയർ. ഫയേഴ്സ് ഈസിലി ബ്രേക്ക് ഔട്ട് ചെയ്യില്ലേ, ഫയേഴ്സ് ബ്രേക്ക് ഔട്ട് ഈസിലി അറ്റ് ദിസ് ടൈം ഓഫ് ദി ഇയർ. ബ്രേക്ക് ഔട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഐ എം എഫ്രൈഡ് വി ഹാവ് ഡാഷ് ഓഫ് ആപ്പിൾ ജ്യൂസ്, വിൽ ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഡു. ആപ്പിൾ ജ്യൂസ് തീർന്നു, ഓറഞ്ച് ജ്യൂസ് മതിയാവുമോ? വി ഹാവ് എന്തായിരിക്കും? റൺ ഔട്ട് ഓഫ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? റൺ ഔട്ട് ഓഫ്. നമ്മുടെ തീർന്നു എന്നതിന് നമ്മളെങ്ങനെ പറയാം? റൺ ഔട്ട് ഓഫ് ആപ്പിൾ ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം. യുവർ വെബ്സൈറ്റ് ഹാസ് ഹെൽപ് മീ എ ലോട്ട് ടു ഡാഷ് ദ ഗുഡ് വർക്ക്. എ ലോട്ട് ടു ക്യാരി വി ആണോ? അല്ല. പുട്ടപ്പ് വിത്ത് ആണ്, ടോളറേറ്റ് ആണ്. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ഗുഡ് വർക്ക് ആണോ? കീപ്പ് അപ്പ്. കീപ്പ് അപ്പ്, അത് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ. കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക് എന്നാണ്, സിമ്പിൾ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ സാറേ സംശയമാണ്, അത് കിട്ടുന്നില്ലല്ലോ. അപ്പം എന്താ ചെയ്യണം? അടുത്ത ചോദ്യങ്ങൾ ചെയ്യണം, അപ്പം കിട്ടിക്കോളും നിങ്ങൾക്ക്. ഹിസ് മദർ കാൺ ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ. സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല എന്താണ്? പുട്ട് അപ്പ് വിത്ത് ആണ്. ഹിസ് മദർ കാൺ പുട്ട് അപ്പ്
വിത്ത് ഹിസ് ടെറിബിൾ ബിഹേവിയർ. ലാസ്റ്റ് എന്തായിരിക്കും? ക്യാരി അവേ ആയിരിക്കും. ഐ ഗോട്ട് ക്യാരി അവേ ബൈ ഹിസ് എന്തൂസിയാസം അല്ല, പാസ്റ്റ് ടെൻസിലേക്ക് ഐ ഗോട്ട് ക്യാരീഡ് അവേ. അപ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കേണ്ടത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വായിച്ചാൽ മനസ്സിലായിക്കോളും നിങ്ങൾക്ക്, റൂളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഗോട്ട് ക്യാരീഡ് അവേ ബൈ ഹിസ് എന്തൂസിയാസം. ഞാൻ അതിൻ്റെ മുഴുകിപ്പോയി. അപ്പോൾ അത് ഏതെങ്കിലും ഒന്നും കിട്ടിയില്ലേ നിങ്ങൾ നോക്കിയാൽ അവസാനം ഇത് രണ്ടാണ് വരുന്നെങ്കിൽ ഇതിൽ ഏതാ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാമെന്ന് വെറുതെ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. മീൻസ് അത്രയുള്ള ഫ്രേസൽ വേർബ്സിൻ്റെ കാര്യം. പിന്നെ ഈ ഫ്രേസൽ വേർബ്സ് തരും കേട്ടോ, ബ്രാക്കറ്റിൽ തരും, ഓപ്ഷനായി തരും. അപ്പോൾ നിങ്ങൾ അതിൽ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അറിയേണ്ട ആവശ്യമില്ല ഫ്രേസൽ വേർബ്സിൽ. ഒരു 5 എണ്ണത്തിൽ 4 എണ്ണം അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 എണ്ണം കിട്ടും. മനസ്സിലല്ലേ? അവസാനം ബാക്കിയുള്ളത് എടുത്തിട്ടാൽ മതി. അപ്പോൾ ഫ്രേസൽ വേർബ്സ് എന്ന് ചോദ്യം വന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും ചെയ്യും എന്നുള്ള എൻ്റെ പ്രതീക്ഷയോടുകൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞുവിടാൻ പോവാണ്. എന്ത്? ഞാൻ ഇവിടുന്ന് നിങ്ങൾ എന്നെ പറഞ്ഞുവിടാൻ പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അലൻ സാറും ഹരിജ മിസ്സും കൂടി എടുക്കുന്നതായിരിക്കും. ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് എത്ര ടോപ്പിക്സ് ഉണ്ട് മക്കളെ? 6 ടോപ്പിക്സ് ഉണ്ട്. ഗ്രാമറിൽ നിങ്ങൾക്ക് 6 ടോപ്പിക്സ് ഉണ്ട്. ഇതിൽ ഫ്രേസൽ വേർബ്സ് തീർന്നു. ഫ്രേസൽ വേർബ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് ഉണ്ട്. കോൺവെർസേഷൻസ് ഒക്കെ വേഗം തീരും. ഇഡിയംസ് വേഗം തീരും. എഡിറ്റിംഗിൽ ചോദ്യം പ്രാക്ടീസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യാൻ പോകുന്നത്. അതും കൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ എക്സാമിൻ്റെ കാര്യം നിങ്ങൾ കംപ്ലീറ്റ് സെറ്റാണ്. ഓക്കെ, റെഡി? താങ്ക് യു പറഞ്ഞോളൂ. താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. അപ്പോൾ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ കാണില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് എപ്പോഴാണ് കാണാൻ? പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു പക്ഷേ ഇനി നമ്മുടെ യൂട്യൂബിൽ ലൈവായിട്ട് കാണാം. ബാച്ചിലർ കുട്ടികൾക്കാണെങ്കിൽ ഓണം വെക്കേഷൻ കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ വി ആർ റീസ്റ്റാർട്ടിങ് അവർ ക്ലാസ്സസ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാനും കൃത്യമായിട്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അറിയാലോ, ഓണം ഓഫർ ഇപ്പോൾ ഉണ്ട്. ബെസ്റ്റ് ടൈമാണ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ. എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് നമ്മളതിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഓണം എക്സാമിൽ പബ്ലിക് എക്സാമിൽ 95% മുകളിൽ മാർക്ക് കിട്ടേണ്ടത് ആ ലെവലിലായിരിക്കും പഠിപ്പിക്കുക. അത് ആർക്കും പഠിക്കാൻ പറ്റുന്ന ലെവൽ. 95% പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ടോപ്പേഴ്സിന് വേണ്ടി പഠിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല. എല്ലാവർക്കും അവിടെ എത്താൻ പറ്റും. ചിലവർക്ക് ഡെയിലി 1 മണിക്കൂർ പഠിച്ചിട്ടെത്താൻ പറ്റുമായിരിക്കും. ചിലവർക്ക് 3 മണിക്കൂർ പഠിച്ചാൽ എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത്രേ വ്യത്യാസമുള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളത് ചെയ്യണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കണം. അതിനുള്ള സൗകര്യവും എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ചില കുട്ടികളെ മാത്രം വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങളെ ഞാൻ എക്സ്ട്രാ പഠിപ്പിച്ചു തരാം എന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എക്സാമിനർ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ കണ്ടന്റാണ് കൊടുക്കുന്നത്, ഒരേ ലെവലുള്ള സാധനം. നിങ്ങൾ വിചാരിക്കണം. പക്ഷേ ഓക്കെ, അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ പ്രശ്നമാണേ. വിചാരിച്ചാൽ നടക്കൂടോ, അത്രയും പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക. ടൈം പ്രശ്നമായിരിക്കും മിക്ക കുട്ടികളും വരിക. അപ്പം അതിൽ നിങ്ങൾ സിമ്പിളായിട്ടുള്ള റൂൾ ഫോളോ ചെയ്യുക. ഏതെങ്കിലും ചോദ്യം സ്റ്റക്ക് ആവുകയാണെങ്കിൽ അവിടെ വിടുക, സ്ഥലം എക്സ്ട്രാ വിട്ടോ. 1/2 പേജ് മതി എന്ന് തോന്നാണ് നിങ്ങൾ 1 പേജ് വിട്ടോ, സ്ഥലം വിട്ടോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുക. മാക്സിമം ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കുക, എന്നിട്ട് തിരിച്ച് വരിക. അല്ലാണ്ട് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ടൈം പ്രശ്നം വരാറ് കേട്ടോ. ഓക്കെ, പിന്നെ കൂൾ ഓഫ് ടൈമിൽ റീഡിംഗ് പാസേജ് ഒക്കെ വായിച്ച് പണി തീർക്കുക. അതിൻ്റെ ആൻസറും കൂടി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ കഴിഞ്ഞ് വീണ്ടും കാണാം. ബൈ ബൈ. ഇനി അലൻ സാറിന് എല്ലാവരും ലൈവിലേക്കും സ്വാഗതം ചെയ്യുക. അലൻ സാർ ഇതാ കയറി വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. Good morning plus 2 students and welcome to the Alan സാറിന്റെ ഭാഗം ഓഫ് ഗ്രാമർ ക്ലാസ്. ഓക്കെ, അലക്സ് സാർ ഗ്രാമർ എടുത്തു. ഇനി ഗ്രാമർ കൂട്ടിയുള്ള ബാക്കി കുറച്ചുള്ളൂ ഗ്രാമർ ബാക്കി. ഓക്കെ, ഇനി അലൻ സാർ ബാക്കി എടുക്കുന്നു. അതിന്റെ ഹരിജ മിസ് എടുത്തൊരു ബാക്കി. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. സിമ്പിൾ സംഭവം, വെരി സിമ്പിൾ. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്. മിക്ക വർഷങ്ങളിലും ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, ചില വർഷം 2 ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ 9, 10, 11 പഠിച്ചിട്ടുണ്ട്, 12 പഠിക്കുന്നുണ്ട്. ആക്റ്റീവ് വോയിസ് ഒരു പുതിയ സംഭവമാണ്. +2 പുതിയ സംഭവമാണ്. സിമ്പിളായിട്ട് കാണിച്ചു തരാം. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, പിന്നെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓണം എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സാർ ഇനി എന്ത് ചെയ്യണം, ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരും. ഓക്കെ, ലൈവ് ക്ലാസ് ആയിട്ടുണ്ട്, റെക്കോർഡറുണ്ട്, വർക്ക്ഷീറ്റ് ഉണ്ട്, PDF ഉണ്ട്. ക്രിസ്മസ് എക്സാം എങ്കിലും അടിപൊളിയായിട്ട് നേരത്തെ പഠിച്ചു തീർക്കും. 1 മാസം മുമ്പേ സിലബസ് നമ്മൾ പഠിപ്പിച്ച് തീർക്കും. പഠിപ്പിച്ച് സെറ്റാക്കി തരും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴത്തെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വേഗം ജോയിൻ ചെയ്തോ. ഇത് ഓഫർ ഫീസാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഓക്കെ, റെഡി. ആദ്യം തന്നെ ആക്റ്റീവ് വോയിസ് ചെയ്യുക, പാസീവ് വോയിസ് ചെയ്യുക. 10 മിനിറ്റ് എടുക്കുള്ളൂ, പ്രോമിസ്. ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസ് ആക്കണം. അത് വളരെ സിമ്പിളാണ്. 2 മാർക്ക് ക്വസ്റ്റൻ ആണ് വരിക. 2 ലൈൻ മാറ്റാനുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനെ ഞാൻ ചില ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളും പാസിവേഷൻ എന്നും വിളിക്കും. ഓക്കെ, ആക്റ്റീവിനെ പാസീവ് ആക്കുന്ന പ്രോസസ്സിനെ പാസിവേഷൻ എന്നും വിളിക്കും.
പൊതുവേ ഞാൻ കേൾക്കാറില്ല, പക്ഷെ എന്നാലും നോക്കിക്കോ, എക്സാമിന് അങ്ങനെ വന്നാലോ. ഓക്കെ, സി ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. എന്താണ്? സ്വോ. എന്താണ്? സ്വോ. സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹീറോ വില്ലൻ എന്താ ചെയ്തത്, ആരോടാണ് ചെയ്തത്. ഓക്കെ, ദ ഡോഗ് ചേസ് ദ ക്യാറ്റ്. സബ്ജക്ട് ഡോഗ് എന്താ ചെയ്തത്, ചേസ് ചെയ്തു. ആര് ചേസ് ചെയ്തത്? ആരെയാ? വെർബ് ചെയ്തത് ആരോടാണ്? ആരെയാ? ക്യാറ്റ്. അപ്പൊ ക്യാറ്റാണ് ഒബ്ജക്റ്റ്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ആക്റ്റീവ് വോയിസ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരല്ല, എന്ത്, ആഫ്റ്റർ വെർബ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്താണ് വെട്ടി, എന്ത്, മത്തങ്ങയോ ചക്കയോ മാങ്ങയോ എന്താ, അപ്പൊ ആ സാധനം. അപ്പൊ വെർബ് ചെയ്ത് ആരോടാ അല്ലെ എന്തിനോടാ, അതാണ് ഒബ്ജക്റ്റ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സെയിം സാധനം. ഇപ്പൊ ഇവിടെ സ്വോ ആണ് ഓർഡർ എങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ സബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് മാറി, എന്താണ്, സബ്ജക്റ്റ് ഇപ്പൊ ഒബ്ജക്റ്റ് ആയി. ഓക്കെ, അപ്പം ഇവിടെ ക്യാറ്റ് ആയിരുന്നു ഒബ്ജക്റ്റ്. നമ്മൾ വെർബിനോട് ഇപ്പം ഫോർ എക്സാമ്പിൾ അലൻ സാർ കട്ട് മാംഗോ. ഓക്കെ, മാംഗോ. ഇവിടെ മാംഗോ ആണ് ഒബ്ജക്റ്റ്, ഇതാണ് വെർബ്, ഇതാണ് സബ്ജക്റ്റ്. S4 എന്നായി. ഓക്കെ, ഇനി ഓർഡർ മാറി, എന്താണ് ഒബ്ജക്റ്റ് ഇവിടെ മാംഗോ. മാംഗോ B+V3. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ ഇസ്, വാസ്, വേർ എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ജെൻഡർ ഫോം. അപ്പം മാംഗോ വാസ് ആവും. ഓക്കെ, V3 എന്ന് പറയുമ്പോൾ കട്ടിന്റെ V3 എന്താ, കട്ട് തന്നെ. വാസ് കട്ട് ബൈ ആരാ, ബൈ നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് ഡോഗ് ആണ്, ഇവിടെ അലൻസാർ ആണ് സബ്ജക്റ്റ്, ബൈ അലൻസാർ. മാംഗോ, അപ്പം അലൻസാർ മാംഗോ കട്ട് ചെയ്തതിന് പകരം മാംഗോ വെട്ടിയത് ആരാ, അലൻസാറായി. അങ്ങനെ ഓർഡർ മാറി. അപ്പം ഇവിടെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി +V3 ബൈ ഏജന്റ്, അതാണ് സബ്ജക്റ്റ്. ഓർഡർ മാറി. ഓക്കെ, ആക്റ്റീവ് ടു പാസീവ്. എവിടെ ഇത്ര റോളൊന്നും നോക്കണ്ട, രണ്ട് ഞാൻ പറയുന്ന സാധനം നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്നും തെറ്റാൻ പോകുന്നില്ല. ഓക്കെ, ദ ഷെഫ്. ഓക്കെ, ദ ഷെഫ് കുക്സ് ദ മീൽ. ഓക്കെ, ദ ഷെഫ് എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു. എന്തിനെ അല്ല ആരെ എന്തിനാ കുക്ക് ചെയ്യുന്നത്, മീലിനെ. ഓക്കെ, ഇനി നമുക്ക് ഒബ്ജക്റ്റ് ആദ്യം വരണം, എന്താണ്, ദ മീൽ. ദ മീൽ വാസ് അല്ലെങ്കിൽ ഇസോ വാസ് എന്താണ്, ഇസോ വാസ് എന്താണ്, വാസ് ഇസ് വാസ് അല്ലെങ്കിൽ ഞാൻ ഇസ് ഇടാം. ഓക്കെ, ഇസ് കുക്സ് അല്ല V3, കുക്ക്, കുക്ഡ്, കുക്ഡ്. ഓക്കെ, കുക്ഡ്. ഓക്കെ, കുക്ഡ്, കുക്ഡ് അല്ല കുക്ഡ് ബൈ ആരാണ്, ബൈ ദ സബ്ജക്ട്, എന്താണ്, ദ ഷെഫ്. ഇത്രേ ഉള്ളൂ. എടോ, ദ മീൽ ഇസ് കുക്ഡ് ബൈ ദ ഷെഫ്. കിട്ടിയോ? ചാറ്റിൽ വേഗം. വെരി ഗുഡ്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാം. ഓക്കെ, ഷീ റൈറ്റ്സ് ആൻ ഇമെയിൽ. നോക്കോ, ഇവിടെ ആരാണ് മെയിൻ, ഷീ സബ്ജക്റ്റ്, റൈറ്റ്സ് ആണ് വെർബ്, ആൻഡ് ഇമെയിൽ എന്താ ഒബ്ജക്റ്റ്. ഓക്കെ, ഷീ റൈറ്റ്സ് എന്താണ് അവിടെ എഴുതുന്നത്, ആൻ ഇമെയിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ഒബ്ജക്റ്റ്, ഇതിനടുത്ത് ആദ്യം എടുത്ത ആൻ ഇമെയിൽ. ഓക്കെ, റൈറ്റ്സ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. വെർബ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇസ് റിട്ടൺ അല്ലെ വാസ് റിട്ടൺ, എന്ത് വേണേക്കും. ഓക്കെ, അപ്പോൾ വാസ് റിട്ടൺ ആക്കാം. വാസ് റിട്ടൺ മൂന്നാമത്തെ ഫോം. റൈറ്റ്സ്, റോട്ട്, റിട്ടൺ. ഓക്കെ, റിട്ടൺ, വാസ് റിട്ടൺ. ഓക്കെ, ഷീ ആണ്. ഓക്കെ, ബൈ ആരാണ്, ബൈ ഷീ നമ്മൾ എഴുതുക, ബൈ ഷീന്ന് എഴുതുമില്ല, ബൈ ഷീ അല്ല ബൈ ഹെർ. ഓക്കെ, കഴിഞ്ഞു. An email was written by her. അല്ലെ, email is written by her. അത് കുഴപ്പമില്ല. ഓക്കെ, email is written by her. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിക്കാം. The dog chases the cat. The cat. ഓക്കെ, ക്യാറ്റ് ഇങ്ങോട്ട് വരുന്നത്. The cat was മൂന്നാമത്തെ ഫോം chased by the dog. കഴിഞ്ഞു. സിമ്പിൾ ആണെങ്കിൽ എല്ലാവരും ഹാർട്ട് ഇമോജി ചാറ്റിലിട്ടെ. എല്ലാവരും 5 മിനിറ്റ് എടുത്തുള്ളത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, they paints the house every year. എന്താണ്, they paint, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്. they paint. ഓക്കെ, they ആണ് വെർബ്, സബ്ജക്ട് സോറി ഇതാണ് സബ്ജക്റ്റ്, they വെർബ്, ഇതാണ് the house ഒബ്ജക്റ്റ്. ഇതൊരു എക്സ്ട്രാ സാധനം അല്ലേ, എക്സ്ട്രാ ആഡ്വർബ്, അഡ്ജക്റ്റ് എന്ത് വേണേക്കട്ടെ, നമുക്ക് വിഷയമല്ല. ഓക്കെ, അപ്പം the house. ഓക്കെ, they paint the house every year. the house is painted. the house ഇട്ടു, വെർബ് പെയിന്റ് ആണ്, അതിന്റെ മൂന്നാമത്തെ ഫോം is painted. എന്താണ്, is painted every year എന്ന് ഇടുന്നതിന് പകരം അത് എക്സ്ട്രാ ആണ്, അവസാനം ഇടാം. ബൈ ദം, ബൈ ആര്, ദേ മാറിയിട്ട് ദം, ബൈ ദം എവറി ഇയർ. എക്സ്ട്രാ കാര്യം അവിടെ തന്നെ വെച്ചോ. ദ ഹൗസ് ഇസ് പെയിന്റഡ് ബൈ ദം എവറി ഇയർ. ഓക്കെ, ഇതിന് ആൻസർ ഞാൻ പറഞ്ഞേ, ഹി ഓപ്പൺസ് ദ ഡോർ. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഹി ഓപ്പൺസ് ദ ഡോർ. ദ ഡോർ is opened, was opened by he ആണോ, by him. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. കിട്ടിയല്ലോ. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് കഴിഞ്ഞു. ഓക്കെ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഇനി എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം.
എക്സാമിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. മാർച്ച് 2023 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എപ്പോഴൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ 2025 ചോദിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഒരു 4 പ്രാവശ്യം 3 പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദേ വർ ഈറ്റിംഗ് സം ആപ്പിൾസ്. ഷീ വാസ് റീഡിംഗ് ദ സ്റ്റോറി മാച്ച് ബോക്സ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് റീറൈറ്റ് ദം. ഇങ്ങനെ ആയിരിക്കും തരാം കേട്ടോ. പാസീവ് ആക്കണമെന്നോ ആക്റ്റീവ് ടു പാസീവ് എന്നോ പറയണമെന്നില്ല. യു മേ ബിഗിൻ ദ. ഇവിടെ നോക്കിയാൽ നമുക്ക് നോക്കിയാം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കുക, യു മേ ബിഗിനില്ല. അവർ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയാൽ സം ആപ്പിൾസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒബ്ജക്റ്റ് ഈ ഫോർമിൽ ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് വെച്ച് തുടങ്ങുന്നത്. അപ്പം നമുക്കറിയാം ആക്റ്റീവ് പാസീവ് ആക്കണം. അപ്പം സം ആപ്പിൾസ് ഓക്കെ എഴുതി. എന്താണ് വേർ ഈറ്റിംഗ് അല്ലെ? വേർ ഈറ്റിംഗ് വരെ മൂന്നാമത്തെ ഫോം ആക്കുക വേർ ഈറ്റേൺ ബൈ ആര്? ബൈ ദം. കഴിഞ്ഞു. ഓക്കെ, അതേപോലെ അടുത്ത് നോക്കിയേ ഷീ വാസ് റീഡിങ് ദ സ്റ്റോറി ഒബ്ജക്റ്റ്. ദ സ്റ്റോറി മാച്ച് ബോക്സ് ഒബ്ജക്റ്റ് വെച്ച് തുടങ്ങി. വാസ് റീഡിന്റെ പാസ്റ്റിന്റെ റെഡ് വാസ് റെഡ്. ഓക്കെ, വാസ് റെഡ് ബൈ ഷീ അല്ല ഹെർ. കഴിഞ്ഞു. സം ആപ്പിൾസ് വർ ബീങ് ഈറ്റൺ വേണ്ട. ഓ ശരിയാ. was being read. Was being read. Present tense ആണോ? ഓ യെസ്, ഈ ഒരു റൂൾ ഞാൻ പറയാൻ പറഞ്ഞത് വെരി സ്മോൾ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന്. ശരി, സി ഇത് പ്രസന്റ് ടെൻസിൽ വാസ് ഈറ്റിംഗ്. ഹി ഓപ്പൺസ് ദ ഡോർ. ഹീസ് ഓപ്പണിംഗ് അല്ല. അപ്പം എന്താണ് വേർ ബീങ് ഈറ്റൺ. ഓക്കെ, ബീങ് എന്നും കൂടി കേൾക്കണം. ഓക്കെ, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കേട്ടോ. സി നമ്മുടെ ക്വസ്റ്റ്യനിൽ ING ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ബി എന്നുള്ള ഇതിൻ്റെ പ്ലസ് ബീയിങ് കൂടി ഇടണം. ഓക്കെ, ബീൻ്റെ ഫോം ഇടണം പ്ലസ് ബീയിങ് പ്ലസ് V3 ഇങ്ങനെ ഇട്ട് വരിക. ING ഉണ്ടെങ്കിൽ. അപ്പം നോക്കിയാൽ അപ്പോൾ വേർ ഈറ്റിംഗ് ആയിരുന്നു, നമ്മൾ മാറ്റിയിട്ട് വേർ ഈറ്റൺ അല്ല വേർ ബീയിങ് ഈറ്റൺ. കാരണം പ്രസന്റ് ടെൻസ്. റീഡിങ് വാസ് ബീയിങ് റെഡ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യുക. ഒരു എക്സ്ട്രാ റൂൾ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ശരിയാവും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ആഡ് ചെയ്തോ. സി നിങ്ങളത് എഴുതിയില്ലെങ്കിലും മിക്കവാറും നിങ്ങൾ ടീച്ചർ മാർക്ക് ചെയ്യും. പക്ഷെ എന്നാൽ നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തുന്നു. ഓക്കെ, റെഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2025 സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഈ ചാൻസ് ഓർ എനിക്കൊന്ന് ഞാൻ ഇട്ട പേപ്പർ മാറിപ്പോയി. ഓക്കെ, എനിക്കൊന്ന് ഞാൻ ഇട്ട ഇത് മാറിപ്പോയി. 2025 എന്നാൽ മറ്റേ 23 ചോദിച്ചിട്ടുണ്ടായില്ല, 25 ചോദിക്കാൻ ചോദിച്ചാൽ. ഓക്കെ, വിഷയമല്ല, നമുക്ക് പേപ്പർ വിഷയമല്ല, നമുക്ക് വിഷയം എന്താണ് ഇതാണ്. ഓക്കെ, ഇർഫാൻ ആലം ഡിസൈൻ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഈ 2 ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വിഷയമില്ല, നമുക്കത് പഠിക്കാം. ഇർഫാൻ ആലം ഡിസൈൻ സമാൻ റിക്ഷാസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ് പ്ലെന്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സ്. സമാൻ റിക്ഷാസ് ഇവിടെ തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെറുതെ നോക്കാം. സബ്ജക്റ്റ് ഇർഫാൻ ആലം, ഡിസൈൻഡ് വെർബ്, സമാൻ റിക്ഷ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം സമാൻ റിക്ഷാസ്. അപ്പോൾ നമുക്ക് നോക്കാം. സമാൻ അത് സമ്മാൻ. ഓക്കെ, സമ്മാൻ റിക്ഷാസ്. ഇത് ആക്ച്വലി നിങ്ങൾ പഠിക്കാത്തൊരു ചാപ്റ്ററിൻ്റെ കേട്ടോ. 3-pointed revolution, 3-wheeled revolution. റിക്ഷാസ് ഡിസൈൻഡ് അല്ല, അപ്പോൾ വേർ ഡിസൈൻഡ്. ഓക്കെ, ബൈ ഇർഫാൻ അലം. ഓക്കെ, ഇൻ സച്ച് ഇത് ബാക്കിയുള്ള അങ്ങനെ തന്നെ. സച്ച് വേ ദേ ഹാവ് പ്ലെന്റി ഓഫ് സ്പേസ്. ഇത്രേ ഉള്ളൂ ബാക്കി. ഓക്കെ, ഇൻ സച്ച് വേ. അപ്പോൾ സമാൻ റിക്ഷാസ് വേർ ഡിസൈൻഡ് ബൈ ഇർഫാൻ ആലം ഇൻ സച്ച് വേ ദാറ്റ് ബ്ലാ ബ്ലൂ ബ്ലൂ ബ്ലൂ. ഓക്കെ, നോക്കിയാൽ നമുക്ക് ആൻസർ നോക്കാം. സമാൻ റിക്ഷാസ് വേർ ഡിസൈൻഡ് ബൈ ഇർഫാൻ ആലം ഇൻ സച്ച് വേ ദാറ്റ് ബ്ലാ ബ്ലൂ ബ്ലൂ ബ്ലൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒബ്ജക്റ്റ് ബൈ ഒബ്ജക്റ്റ് V3 ഓഫ് വെർബ് ബൈ സബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇത് നോക്കി. ഇത് ആക്ച്വലി റീറൈറ്റ് ഇൻ ടു പാസീവ് വോയിസിനാണ് തന്നത്. അപ്പോൾ എനിക്കൊന്ന് അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്ന് മിസ്റ്റേക്കാ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നു സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്. എന്നിട്ട് നമ്മളോട് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ചെയ്യാം. വാട്ടർ pour into washing machine up to the mark level, then sufficient powder added to give blah blah blah. Close put machine. ആൻസറുകൾ പോരട്ടെ. ഇത് അലക്സാറിന്റെ ടോപ്പിക്കാ. വാട്ടർ is poured. Okay, water is poured into the washing machine up to the mark level, then sufficient powder is added. Okay, it's added to give rich form. The clothes are put into the and the machine is switched on. Okay, machine is switched on. Okay, ഇപ്പോൾ ഇതൊക്കെയാണ് ഫിൽ ചെയ്യാനുള്ളത്. is poured, is added, blah blah. Okay, ഇനി ഇത് നമുക്ക് പാസീവ് വോയിസിലേക്ക് ആക്കണം. പാസീവ് വോയിസിലാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പാസീവ് ആക്കണം എന്ന് പറയാം. വാട്ടർ is poured into the washing machine up to the mark. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി പാസീവ് തന്നെയാണ്. ഇത് നോക്കിയാൽ
വാഷിംഗ് മെഷീൻ ഇത് പാസീവാണ്. ഇത് എനിക്ക് ഇത്ര ഉള്ളൂ തരാം. എനിക്കിത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇതുള്ളൂ പാസീവ് വന്നത്. ഇതാണ് ഹെഡിങ് തന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ധാരാളം. ഓക്കെ, റെഡി? നമ്മുടെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓണം എക്സാം അല്ല, ഓണം എക്സാം നിങ്ങൾ ടീച്ചർ ക്വസ്റ്റ്യൻസ് അതാ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പാസീവ് സെറ്റ് ആണല്ലോ. ഓക്കെ, ആക്റ്റീവ് പാസീവ് സെറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഓക്കെ, ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് ഞാൻ കുറേ റൂൾസ് ഒന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾ എൻ്റെ പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടതല്ലേ? നിങ്ങൾ ഫൈനൽ എക്സാമിൽ കണ്ടിട്ടുണ്ടാവും, മോഡൽ എക്സാമിൽ കണ്ടിട്ടുണ്ടാവും, ക്രിസ്മസ് എക്സാമിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റൂൾസ് ഒക്കെ ഓർമ്മ ഉണ്ടാവും. ഈ സ്ലൈഡ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാവും. എല്ലാം പാസ്റ്റിലേക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ വേഗം ഒന്ന് പറഞ്ഞുതരാം. പ്രസന്റ് പാസ്റ്റിലേക്ക് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഹാവും ഹാസും. ഓക്കെ, ഹാസും ഹാവും ഹാഡ് ആവും. ഓക്കെ, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കും, ഹാഡ്. ഓക്കെ, ഇതാണ് സംഭവം. നാർക്കോട്ടിക്സ് ഇസ് ഡർട്ടി ബിസിനസ്. സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞു. എന്താണ് സ്റ്റീഫൻ നെടുമ്പള്ളി സെഡ് ദാറ്റ് നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് അല്ല, നാർക്കോട്ടിക്സ് വാസ് എ ഡർട്ടി ബിസിനസ്. പാസ്റ്റിലേക്ക് ആക്കണം. ഓക്കെ, അടുത്തത് യു വിൽ ഗെറ്റ് എ ഗേൾ ബെറ്റർ ദാൻ മീ എന്ന് റീനു പറഞ്ഞു. അപ്പോൾ റീനു സെഡ് ദാറ്റ് യു വില്ല് മാറ്റിയിട്ട് വുഡ് ആവും. എന്താണ് നോക്കിയേ? വില്ല് മാറിയിട്ട് വുഡ് ആവും. വുഡ് ഗെറ്റ് എ ഗേൾ ബെറ്റർ ദാൻ മീ. വില്ല് മാറ്റി വുഡ് ആക്കിയാണ് പരിപാടി കഴിഞ്ഞു. ഓക്കെ, ദാ വില്ല് മാറി വുഡ്, ക്യാൻ മാറി കുഡ്, മേ മാറി വുഡ് അല്ല മൈറ്റ്, ഷാല് മാറി ഷുഡ്, ദിസ് മാറി ഇത്, ഇവിടെ എന്ന് പറയുന്നത് അവിടെ, ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പം, ഇന്ന് എന്ന് പറയുന്നത് അന്ന്, ടുമോറോ എന്ന് പറയുന്നത് അടുത്ത ദിവസം, നാളെ എന്ന് പറയുന്നത് അടുത്ത ദിവസം, ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം, അങ്ങനെ ആക്കണം. ഓക്കെ, ഇതൊക്കെയുള്ളൂ റൂൾസ്. ഇഫ് ഓർ ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഒരു യെസ് ഓർ നോ. നമ്മളിപ്പോൾ ഞാൻ പറയാം, ഡു യു ലൈക്ക് ആപ്പിൾസ്? അലൻ സാർ ആസ്ക്ഡ് ഡു യു ലൈക്ക് ആപ്പിൾസ്. അതിന് ആൻസർ യെസ് അല്ല നോ അല്ല. അപ്പം ചോദ്യം മാറിയിട്ട് അലൻ സാർ ആസ്ക്ഡ്. ഓക്കെ, ആസ്ക്ഡ് ഡു യു ലൈക്ക് എന്നല്ല, ആസ്ക്ഡ് വെദർ അല്ലെങ്കിൽ ഇഫ് വി ലൈക്ഡ് ആപ്പിൾസ്. നിങ്ങളോടല്ലേ ഇഫ് വി ലൈക്ഡ് ആപ്പിൾസ് ഉണ്ടോ? ഇഫ് വരും, ഇഫ് അല്ലെങ്കിൽ വെദർ വരും. അപ്പോൾ യെസ് ചോദ്യത്തിന് ഉത്തരം യെസ് അല്ലെങ്കിൽ നോ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം സാമ്പിൾ ചെയ്യാം. ആക്ച്വലി മൂന്ന് സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കാരണം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ചെയ്യുന്നതാണോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി ഷീ സെഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഷീ സെഡ് ദാറ്റ്. മക്കളെ, ഷീ സെഡ് ദാറ്റ് ഞാൻ കുടിക്കുന്നതാണോ? അല്ല, അവൾ കുടിക്കുക. അപ്പോൾ ഷീ ഓൾവേസ് അങ്ങനെ തന്നെ ഇടാം. ഡ്രിങ്ക് അല്ല ഡ്രാങ്ക് ആക്കണം. എപ്പോഴും കുടിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുമ്പം ലേറ്റ് ചെയ്യണ്ട. അപ്പം എന്താ? ഡ്രാങ്ക് കോഫി. ദാറ്റ് ഷീ ഓൾവേസ് ഡ്രാങ്ക് കോഫി എന്നാക്കണം കേട്ടോ, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അടുത്തത് ഐ ആം റീഡിങ് എ ബുക്ക് ഹി എക്സ്പ്ലെയിൻഡ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആ. അപ്പോൾ ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ്. ഞാനാണോ വായിക്കുന്നത്? അല്ല, അവൻ. ഹി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവൻ പറഞ്ഞപ്പോൾ വായിക്കായിരുന്നു. വാസ് റീഡിങ് എ ബുക്ക്. കഴിഞ്ഞു. ഇസ് റീഡിങ് അല്ല, വാസ് റീഡിങ് എ ബുക്ക്. ഓക്കെ, റെഡി? സിമ്പിൾ സംഭവങ്ങൾ നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ ചെയ്ത സംഭവം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പാസ്റ്റ് ആട്ടോ. ബിൽ അറൈവ്ഡ് ഓൺ സാറ്റർഡേ. ഇത് സെന്റൻസ് പാസ്റ്റിലാണ്. പാസ്റ്റ് മാറ്റിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അങ്ങനെ പറയുമ്പോൾ ഹാഡ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഹീ സെഡ് ദാറ്റ്. ബില്ല് എന്നുള്ള പേര് നമുക്ക് ബില്ലിൽ നിന്ന് വെച്ചാൽ മാറ്റണ്ട. ബിൽ അറൈവ്ഡ് അല്ല, എന്താണ്? ഹാഡ് അറൈവ്ഡ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. ഓൺ സാറ്റർഡേ. ശരിക്കും സാറ്റർഡേ അല്ല, ഓൺ ദാറ്റ് സാറ്റർഡേ എന്നാക്കാൻ ബെറ്റർ. പക്ഷേ സാറ്റർഡേ മതി. ഓക്കെ, ഈ സംഭവം കിട്ടി. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, എക്സാം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റീസെൻ്റ് ആയി വന്ന എക്സാംസ് വെച്ച് തുടങ്ങാം. ഇതാ മാർച്ച് 2024 4 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? വലിയ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്യണം. ഓക്കെ, വീണ്ടും ഇത് നിങ്ങൾ 3 വീൽഡ് റെവല്യൂഷൻ ചാപ്റ്റർ പഠിക്കുമ്പോഴേ കുറച്ചുകൂടി മനസ്സിലാവുക. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ചാപ്റ്റർ, എനിക്കറിയില്ല നിങ്ങളുടെ ചാപ്റ്റർ, ഞാൻ പോയാൽ മറ്റേ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് വിഷയമല്ല. ഓക്കെ, ഇർഫാൻ ആലം എന്താണ്? ഐ ആം സോ തേഴ്സ്റ്റി, ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇർഫാൻ ആലം. ഇത് ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടോ? ചെറിയ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങായിരുന്നു. 1 ലൈനർ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാം. മാർച്ച് 2025 ഉണ്ടോ? ഫൈനൽ എക്സാമിൽ വെച്ച് തൊട്ട് മുതൽ ഫൈനൽ എക്സാം ഓപ്ഷൻ അല്ല. ഓക്കെ, 2 ലൈനുണ്ടോ? അതല്ല. അജിത്തിന്റെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? നോമീറ്റ, മാച്ച് ബോക്സ് ആണോ? ഓക്കെ, വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ്. അപ്പോൾ ഇത് യെസ് ഓർ നോ ചോദ്യം, കാരണം ആൻസറിൽ നോ ഉണ്ട് കേട്ടോ. അപ്പം അജിത് ആസ്ക്ഡ് നൊമീറ്റ
ഓക്കെ, ഇവിടെ നമുക്ക് നൊമീറ്റ. അജിത് ആസ്റ്റ്, നമുക്ക് പേര് അറിയുന്നതോടെ നൊമീറ്റ. ഓക്കെ, വൈ ആർ യു സേയിങ് ദിസ്? വൈ ആർ യു? വൈ ഷീ വാസ്. ഓക്കെ, സി യു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? നൊമീറ്റ, അപ്പോൾ ഷീ. ഓക്കെ, വൈ ആർ യു അല്ല, വൈ ഷീ വാസ്. ഓക്കെ, ഷീ ആകുമ്പോൾ വാസ്. ഓക്കെ, വൈ ഷീ വാസ്. ഓക്കെ, ഷീ വാസ് സേയിങ് whatever came to, came ആക്കണം, പാസ്റ്റ് ആക്കണം, കംസ് അല്ല, came to, എൻ്റെ മൗത്ത് ആണോ? അല്ല, യുവർ മൗത്ത് അല്ല, ഹെർ മൗത്ത്. ഓക്കെ, ഹെർ മൗത്ത്. ഓക്കെ, അത് കഴിഞ്ഞു, ആ സെൻറ്റൻസ് കഴിഞ്ഞു. ആൻഡ് ആസ്റ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ. ആൻഡ് ആസ്റ്റ് ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ് എന്ന്. അപ്പോൾ ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ് ആൻസർ യെസ് അല്ല എന്നോ? അപ്പം ഇഫ് പീപ്പിൾ ഫോർഗെറ്റ് അല്ല, ഫോർഗോട്ട്. വെദർ പീപ്പിൾ ഫോർഗെറ്റ്, ഇഫ് അല്ല അല്ലെങ്കിൽ വെദർ. ഓക്കെ, ഇഫ് ഓർ വെദർ പീപ്പിൾ ഫോർഗോട്ട്. ഓക്കെ, അപ്പോൾ ഇനി ആൻസർ എന്താ? നൊമീറ്റ റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ് ആൻഡ് ആസ്റ്റ് വൈ ഹി ഓപ്പൺ. നല്ല ക്വസ്റ്റ്യനാണ്. നൊമീറ്റ റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ് എന്ന് പറയാം, അല്ലെ നെഗറ്റീവ്ലി എന്ന് പറയാം, ഇൻ ദ നെഗറ്റീവ്. ഓക്കെ, ആൻഡ് വീണ്ടും ചോദ്യം കേട്ടോ. ആൻഡ് വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ആൻഡ് ആസ്റ്റ് അജിത് വൈ. നോക്കിയേ, വൈ ഇവിടെ ഹീ ആവും. ഓക്കെ, ഓപ്പൺ മാറിയിട്ട് ഓപ്പൺഡ് ആവും. മൈ ലെറ്റർ അല്ല, ഹെർ ലെറ്റർ. ഓക്കെ, ഹെർ ലെറ്റർ. അപ്പം വൈ, സി ഈ രണ്ട് വാക്കുകൾ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഈ രണ്ട് വാക്കുകൾ മാറി. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈ വാസ് ഷീ എന്നാണ് ഞാൻ എഴുതിയത്, അല്ല, വൈ ഷീ വാസ്. അപ്പം ഈ രണ്ട് വാക്കുകളും ഒബ്ജക്റ്റും വേർബും മാറും. ഓക്കെ, ഇവിടെ എന്താണ്? വൈ ഡിഡ് യു. ഓക്കെ, വീണ്ടും എന്താണ്? ഇവിടെ ഹീയും. ഓക്കെ, വൈ ഹീ ഓപ്പൺഡ്. ഡിഡ് ആകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. ഡിഡ് നമുക്ക് വൈ ഹീ ഡിഡ് ഓപ്പൺഡ് എന്ന് എഴുതണ്ട, വൈ ഹീ ഓപ്പൺഡ് മതി. വൈ ആ സജിത് സാറിൻ്റെ സ്പെല്ലിങ്. വൈ ഹീ ഓപ്പൺഡ് ഹെർ ലെറ്റർ. ഓക്കെ, അടിപൊളി, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ നോക്കാം. അജിത് ആസ്റ്റ് വൈ ഷീ വാസ് സേയിങ് വാട്ട് എവർ കെയിം ടു ഹെർ മൗത്ത് ആൻഡ് ഇഫ് പീപ്പിൾ ഡിഡ് നോട്ട് ഫോർഗെറ്റ്. നൊമിറ്റ റിപ്ലൈഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട്. ഓക്കെ, ഇൻ ദ നെഗറ്റീവ് അല്ല, നെഗറ്റീവ് മതി. ആൻഡ് ആസ്റ്റ് വൈ ഹി ഹാഡ് ഓപ്പൺഡ് ദ ലെറ്റർ. വൈ ഡിഡ് യു അല്ല, വൈ ഇത് നമ്മൾ ചെയ്തതാണ്. വൈ ഹി ഓപ്പൺഡ്, വൈ ഹി ഓപ്പൺഡ്, വൈ ഹി ഹാഡ് ഓപ്പൺഡ്, വൈ ഹി ഓപ്പൺഡ്. ഓക്കെ, വൈ ഡിഡ് യു ഓപ്പൺ. ഇത് പ്രസന്റ് ക്വസ്റ്റ്യൻ ടെൻസിലാണ് വേണ്ടത്. ഓക്കെ, മതി. ഓക്കെ, വൈ ഹി ഓപ്പൺ ദ ലെറ്റർ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വൈ ഹി ഹാഡ് ഓപ്പൺഡ് ആണെങ്കിൽ കുഴപ്പമില്ല, വൈ ഹി ഓപ്പൺഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, 2025 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ 2024 ആയിരുന്നു. ഇതോ മോഡൽ 2025. ഇത് നമുക്ക് നോക്കിയാലോ? ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, റിപ്പോർട്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റോബർട്ട് ബോൾഡ്വിൻ ആൻഡ് മാർത്ത. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാണോ? റോബർട്ട് ബോൾഡ്വിൻ ആൻഡ് മാർത്ത. ഡിഡ്ന്റ് യു അക്സെപ്റ്റ് ദ മണി ദാറ്റ് ഗ്രഷം ഓഫേർഡ്. ഇതൊരു യെസ് ഓർ നോ ചോദ്യമല്ലേ? ഓക്കെ, അപ്പം മാർത്ത ആസ്ക്ഡ് ബോൾഡ്വിൻ വെദർ he accepted the money that Gresham had offered. കാരണം പാസ്റ്റ് ടെൻസ് പറഞ്ഞത്. അപ്പോൾ മാർത്ത ആസ്ക്ഡ് ബോൾഡ്വിൻ, യെസ് ഓർ നോ ചോദ്യമുണ്ട്. ഇഫ് അല്ലെങ്കിൽ വെദർ ഹി അക്സെപ്റ്റഡ് ദ മണി ദാറ്റ് ഗ്രഷം ഹാഡ് ഓഫേർഡ്. റിപ്ലൈ ആയിട്ട് എന്താണ്? ബോൾഡ്വിൻ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ലിവ്ഡ് ആൻ ഓണറബിൾ ലൈഫ് ഓൾ ദീസ് ഇയേഴ്സ് അല്ല ദോസ് ഇയേഴ്സ്. ഈ വർഷങ്ങളല്ല, ആ വർഷങ്ങൾ. ആൻഡ് സോ ഹീ വോണ്ട് അല്ല, വുഡൻറ്റ്. ഓക്കെ, വില്ല് മാറിയിട്ട് വുഡ് ആണ്, വുഡൻറ്റ് മാറി വുഡൻറ്റ് ടേക്ക് ബ്രൈബ് ഫ്രം എനി വൺ. സിമ്പിൾ. ഓക്കെ, ആൻസർ നോട്ടെ. മാർത്ത ആസ്ക്ഡ് ബോൾഡ്വിൻ ഇഫ് ഹി ഹാഡ് അക്സെപ്റ്റഡ് ദ മണി ദാറ്റ് ഗ്രഷം ഹാഡ് ഓഫേർഡ്. ഹി ഹാഡ് ലിവ്ഡ് ആൻ ഓണറബിൾ ലൈഫ് ഓൾ ദോസ് ഇയേഴ്സ് സോ ഹി വുഡ് മേക്ക്. അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഇർഫാൻ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, റെഡി? ഇത്രയുള്ളൂ ഗ്രാമർ. നമ്മൾ ആക്റ്റീവ് പാസീവ് ഇത് കഴിഞ്ഞ് ഈ ഹരിജാമിസ് കുറച്ച് ടോപ്പിക്സ് പഠിപ്പിച്ചാലും പക്ഷെ ഇത്ര മനസ്സിലാക്കാനുള്ളൂ. ഇർഫാൻ ആലം ടോൾഡ് ദ റിക്ഷ പുള്ളർ ദാറ്റ് ഹീ വാസ് സോ തേഴ്സ്റ്റി. ഓക്കെ, ആൻഡ് ആസ്ക്ഡ് can you give me some water? If he could get him some. if he എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഇതാട്ടോ, ഇവിടെ മീ ആണ്. ഇഫ് ഹി കുഡ് ഗെറ്റ് ഹിം സം വാട്ടർ. സോറി, ഇവിടെ ഹി എന്ന് പറയുന്നത് ഓട്ടോക്കാരനാണ്. ഈ ഹിം എന്ന് പറയുമ്പോൾ എന്താണ്? ഇർഫാൻ. ഓക്കെ, അപ്പോൾ ഇഫ് ഹി കുഡ് ഗെറ്റ് ഹിം സം വാട്ടർ. ഓക്കെ,
ഇത് ഇഫ് ഇടാൻ കാരണം യെസ് ഓർ നോ ചോദ്യം അല്ലേ. ഓക്കെ, അപ്പോൾ റിക്ഷ പുള്ളർ റിപ്ലൈഡ് സോറി ആൻഡ് ആഡഡ് ദാറ്റ് ഹീ ഡോണ്ട് അല്ല, ഹീ ഡിഡിൻറ്റ് ക്യാരീഡ് വേണ്ട, ഹീ ഡിഡിൻറ്റ് മതി, ക്യാരി വാട്ടർ ബോട്ടിൽസ് ഇൻ ഹിസ് റിക്ഷ. ഇർഫാൻ ആലം റിപ്ലൈ സെഡ് ദാറ്റ് ഹീ വില്ല് മാറിയിട്ട് വുഡ് ആക്കണം. വില്ല് എല്ലാവരും സാറിലെ വില്ല് മാറി വുഡ് ബൈ 8 bottles of water and keep it in his rickshaw. For every bottle he sold, sell alla, they will alla, they would make a profit of 2 rupees which they could split in half. My God. Irfan Alam said that he was very thirsty and asked the rickshaw puller if he could get him some water, if he could give him some water. The rickshaw puller replied that he did not carry water bottles in his rickshaw. Then Irfan Alam said that he would buy 8 bottles and keep them in his rickshaw. He added that for every bottle that the rickshaw puller sold, they would make a profit of 2 rupees which they could split in half. Okay, അപ്പോൾ ഈ ഐയും യുവും ദേയും ഹീയും ആ സ്പ്ലിറ്റഡും അങ്ങനെയൊക്കെ ആക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ, ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവനെയും കൂടി പിടിച്ചോ. ഇത് ടേം 2 ക്രിസ്മസ് എക്സാം 2022 വെച്ചോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോട്ട്സിൽ ഞാൻ തരുന്നതായിരിക്കും, അതിൻ്റെ ആൻസർ അടുത്ത പേജിലുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ രാവിലെ കുറേ ടെൻഷൻ അടിക്കുന്നുണ്ട്. ആക്റ്റീവ് പോസിറ്റീവ് കഴിഞ്ഞു, അലക്സാറിൻ്റെ കഴിഞ്ഞു, റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു, ഇനി ഹരിജ മിസ് കുറച്ച് സാധനങ്ങൾ കൂടി പഠിപ്പിച്ചു തരും. ഓക്കെ, അതും കൂടി പഠിച്ചാൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇംഗ്ലീഷ് എക്സാം മക്കളെ. ഓണം എക്സാം കഴിയാമെന്നറിയാം, ഇംഗ്ലീഷ് എക്സാം തകർത്ത് സെറ്റാക്കിയിട്ട് വാ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഓണം എക്സാമിന് കാണാൻ പോകുന്നത് നിങ്ങളെ. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫിനാൻഷ്യൽ സെലക്ഷൻ. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യം സീരിയസ്ലി കൺസിഡർ ചെയ്യുക. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മതി, വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ താല്പര്യമുണ്ട്. അടുത്ത പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ഫൈനൽ എക്സാമിന് ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ശരിക്കും റെഡിയാണ്, ജോയിൻ ചെയ്ത് UYARE ബാച്ച്. അടിപൊളി ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി ഹരിജ മിസ് വന്നിട്ട് ബാക്കിയുള്ള ഗ്രാമർ കുറച്ച് വേഗം പഠിപ്പിച്ചു തരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തകർക്ക്, നമുക്ക് ഇന്നത്തെ പരീക്ഷ സെറ്റാക്കണം. ഓക്കെ, ബൈ ബൈ. ദാ ഹരിജ മിസ് വന്നു. Yes. Hello മക്കളെ. Good morning. Yes. മിസ്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് പറയുന്നൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. യെസ്, ഓക്കെ. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരും രാവിലെ തന്നെ വന്നിരിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഏറ്റവും പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് നമ്മുടെ ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമർ പോർഷൻ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ കഴിയും കേട്ടോ. ഇനി നമ്മൾ ഗ്രാമർ മൂന്ന് ടോപ്പിക്കും കൂടെ ഉള്ളൂ, വേഗം തന്നെ തീരും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പഠിക്കാനായിട്ട് പോകുന്ന മിസ് വേറെ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ആദ്യം നമുക്ക് എഡിറ്റിംഗ് പഠിക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ പീസസ് ഓഫ് അഡ്വൈസും കൂടെ മിസ് എടുത്ത് തരുന്നുണ്ടായിരിക്കും. യെസ്, സ്ക്രീൻ കളർ ബ്ലാക്ക് ആക്കാൻ പറ്റില്ലടാ. ഓക്കെ, മിസ് ഓൾറെഡി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തു പോയതാണ് കേട്ടോ. യെസ്, ക്യാറ്റ് മിസ് വന്നേ. ഓ വന്നല്ലോ, വന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? എഡിറ്റിംഗ് നമുക്ക് തുടങ്ങാം. ഓക്കെ, എഡിറ്റിംഗിൽ നമുക്ക് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ടെൻസ് മിസ്റ്റേക്ക് വരാറുണ്ട്, കോൺകോഡ് മിസ്റ്റേക്ക് വരാറുണ്ട്, മോഡൽ ഓക്സിലറീസിൽ മിസ്റ്റേക്ക് വരാറുണ്ട്, പ്രിപ്പോസിഷൻസ് തെറ്റാറുണ്ട്, സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാവാറുണ്ട്. ഈ സ്പെല്ലിംഗ് എറേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം എത്രത്തോളം വെക്കാബുലറി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതൊക്കെ തെറ്റിപ്പോയിട്ടുള്ളതെന്ന്. സോ അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ടെൻസും നമുക്കും കുറച്ച് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ടെൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നുണ്ട്. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാസേജിൽ ഒരു സെന്റൻസ് പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാസേജിൽ മറ്റ് സെന്റൻസും എന്തിലാക്കണം? പാസ്റ്റ് ടെൻസ് ചിലപ്പോൾ ആക്കേണ്ടി വരുന്നുണ്ടായിരിക്കും. പിന്നെ കോൺകോഡ് എന്ന് പറയുന്ന സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് നമ്മൾ പഠിക്കും കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡിന് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റിംഗ് നോക്കാം കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മിസ് പറയുന്നുണ്ടാവുക. ഐ യു ദേവി, അയ്യോ ദേവി, ഇവർ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? വേഗം തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. മിസ് എത്ര മണി വരെ എടുക്കും? മിസ്സിന് ഒരു 20 മിനിറ്റ്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ കേട്ടോ. 20 മിനിറ്റ്സ് ആണ് മിസ് മാക്സിമം പറയുന്നത്. ഇപ്പോൾ ടൈം 39 അല്ലേ? യെസ്, പ്ലൂറൽ ആണ്. ഓക്കെ, പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ ആണ് നോക്കിക്കേ. ഇതിൽ വർക്ക് ആണോ വർക്ക്സ് ആണോ വരേണ്ടത്? വർക്ക് ആണോ വർക്ക്സ് ആണോ വരേണ്ടത്? വേഗം പറഞ്ഞേ. വർക്ക് ആണോ വർക്ക്സ് ആണോ വരേണ്ടത്? അർജുൻ സാർ ഇല്ല കേട്ടോ. അർജുൻ സാർ ഇല്ല ഇന്ന്.
യെസ്, വർക്ക് ആണ് വരേണ്ടത്, വർക്ക്സ് വരില്ല. ഓക്കെ, ഡു ആണ് പ്ലൂരലിന്റെ കൂടെ ഉണ്ടാവുക. ഓക്കെ, ഡു ആണ് പ്ലൂരലിന്റെ കൂടെ ഉണ്ടാവുക. ഡസ് ആണ് സിംഗുലറിന്റെ കൂടെ ഉണ്ടാവുക. സിംഗുലറിന്റെ കൂടെ കേട്ടോ. ഓക്കെ, സിംഗുലറിന്റെ കൂടെ ഡസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഡു വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വർക്കിന്റെ ഉള്ളിൽ തന്നെ ഡു ഉണ്ട്. ഓക്കെ, ഐ വർക്ക് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. അടുത്തതോ യു എന്ന് പറയുമ്പോൾ യു ഈസ് വരും, ആറ് വരും, നമുക്കറിയാം അല്ലേ, ആറാണ് വരിക, ഈസ് വരും. യു ആർ ഗുഡ് ലുക്കിംഗ്. പിന്നെ എന്താ, ദേ ഹാസ് ആണോ ഹാവ് ആണോ വേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ വേണ്ടത്? ഇവിടെ ദേയ്ക്ക് എന്താ വരേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ വേണ്ടത്? സിംഗുലർ ആണോ പ്ലൂരൽ? നോക്കി, പ്ലൂരൽ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ വരേണ്ടത്? യെസ്, ഹാവ് ആണ് വരേണ്ടത്, ഹാവ് ആണ് വരേണ്ടത്, ഹാസ് വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവരൊക്കെ എന്താണ്, ഇതൊക്കെ സിംഗിൾ പേഴ്സൺകേ അല്ലേ, സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഹീ വർക്ക് ആണോ വർക്ക്സ് ആണോ വരേണ്ടത്? ഹി വർക്ക്സ് അറ്റ് അല്ലെ, വർക്ക്സ് അറ്റ് എന്ന് വരും. അതായത് ഡസ് ആണ് ഇവിടെ വരുന്നത്, വർക്ക്സ്, ഡസ് പ്ലസ് വർക്ക്, അതാണ് വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഷീ ആറാണോ ഈസ് ആണോ വരിക? നമുക്കറിയാം ഈസ് ആണ്. ഷീ ഈസ് ഗുഡ് ലുക്കിംഗ്. ദെൻ എന്താണ്, ഹീ തന്നെ എഴുതാം കേട്ടോ നമുക്ക്. ഹീ ഹാസ് വരും അല്ലേ, ഹാവ് വരില്ല. ഹി ഹാസ് എ ഹൗസ്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് എന്താണോ എന്ന് നോക്കുക. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബാണ് വെക്കേണ്ടത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ആണ് വെക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന് ചിലപ്പോൾ എന്താണ്, പ്ലൂറൽ വെർബിന് സബ്ജക്റ്റിന് കൊടുത്തിട്ട് സിംഗുലർ വെർബ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഓക്കെ ഇവിടെ ഈസ് അല്ല വേണ്ടത്, ഇവിടെ ആറാണ് വേണ്ടത്, എന്താണെന്നുള്ളത് മനസ്സിലാവണം കേട്ടോ. ഹാർഡാണ് ആയിരിക്കും എക്സാം, ആയിരിക്കില്ല കേട്ടോ, പേടിക്കണ്ട. അപ്പോൾ അതുപോലെ ഇത് ചെയ്ത് നോക്കാം. ജതിൻ ഈസ് റൈഡിങ് ദ ബൈക്ക് അല്ലേ, ജതിൻ വാസ് പ്ലേയിങ് ഫുട്ബോൾ. ഓൾ ദി ചിൽഡ്രൻ എല്ലാവരും ഉണ്ട് അല്ലേ, വേർ സാഡ്. പിന്നെ പ്രേരണ ലൈക്സ് ടു സ്പെൻഡ് ടൈം ഇൻ ഷോപ്പിംഗ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത മൊഡാൽസ് ആണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് എഡിറ്റിംഗ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് മിസ് ആദ്യം ഞാൻ ഇത് പറഞ്ഞിരുന്നത് കേട്ടോ. മൊഡാൽസിൽ എന്താണ് കോമൺ മൊഡാൽസ് നോക്കാം. ക്യാൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ എന്തെങ്കിലും എബിലിറ്റി കാണിക്കാനും പോസിബിലിറ്റി കാണിക്കാനൊക്കെയാണ് ക്യാൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, വി ക്യാൻ റൺ ഫാസ്റ്റ്, വി ക്യാൻ വിൻ ദ മാച്ച്. ഓക്കെ, കുഡ് എന്ന് വെച്ചാൽ പാസ്റ്റ് എബിലിറ്റി, കഴിഞ്ഞു പോയത് അല്ലേ, മുമ്പ് ഉണ്ടായിരുന്ന എബിലിറ്റി അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മുമ്പ് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പൊളൈറ്റ് റിക്വസ്റ്റിനൊക്കെ യൂസ് ചെയ്യും. ഷീ കുഡ് സിങ് വെൽ, അവർക്ക് നന്നായിട്ട് പാടാനായിട്ട് സാധിച്ചു. കുഡ് യു ഹെൽപ്പ് മീ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പൊളൈറ്റ് ഉള്ള റിക്വസ്റ്റ് ആണ്. മേ എന്തിനാണ്, പെർമിഷനും പോസിബിലിറ്റിയും കാണിക്കാനാണ്. യു മേ ഗോ നൗ, നിങ്ങൾക്ക് ഇപ്പോൾ പോവാം. ഇറ്റ് മേ റെയിൻ ടുഡേ, സാധ്യത കാണിക്കുന്നതാണ് പോസിബിലിറ്റി. മൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യാം? വീക്ക് പോസിബിലിറ്റി, വലിയ ചാൻസ് ഇല്ല എന്നുള്ളത് കേട്ടോ. ഹി മൈറ്റ് ബി ലേറ്റ്, ഉറപ്പില്ല, അവൻ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. ഷാളോ ഫ്യൂച്ചർ കാണിക്കാൻ ഫോർമൽ ആയിട്ടാണ് ഷാൾ യൂസ് ചെയ്യുക. വി ഷാൾ ഓവർകം എന്താണ്, ഫോർമലാണ് കേട്ടോ. ഇനി ഷുഡ് എന്തിനാണ് അഡ്വൈസ്, നമ്മൾ പീസസ് ഓഫ് അഡ്വൈസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടി കാണിക്കാനും. യു ഷുഡ് സ്റ്റഡി വെൽ, അതെന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി പോലെയാണ് അല്ലേ. വി ഷുഡ് ഹെൽപ്പ് ദ പുവർ, നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അഡ്വൈസ് ആണ് യു ഷുഡ് സ്റ്റഡി വെൽ എന്ന് പറയുന്നത്. ഇനി വില്ല് ഫ്യൂച്ചറും വില്ലിങ്നെസ്സും കാണിക്കാനാണ്. ഐ വിൽ കോൾ യു ടുമോറോ. ഓക്കെ, ഞാൻ നാളെ വിളിക്കും, അപ്പോൾ ഫ്യൂച്ചറാണ്. ഷീ വിൽ ഹെൽപ്പ് യു, എന്താണ് അവൾ വില്ലിങ് ആണ് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വുഡോ പൊളൈറ്റ് റിക്വസ്റ്റ്, അതുപോലെ പാസ്റ്റ് ഹാബിറ്റ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വുഡ് യു ലൈക്ക് ടീ ഇഷ്ടമാണോ, പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഹീ വുഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ, എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കും, പാസ്റ്റ് ഹാബിറ്റ് ആണ്. മസ്റ്റ് എന്ന നെസസിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് അഡ്വൈസ് കാണിക്കുക. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്, അത് ഉറപ്പാണ്, നെസസിറ്റിയാണ്, ആവശ്യമുള്ള കാര്യമാണ്, എന്തായാലും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. വി മസ്റ്റ് ബി ഓണസ്റ്റ്, ഓക്കെ ഓണസ്റ്റ്, സ്ട്രോങ് അഡ്വൈസ് ആണ്. ഓറ്റു എന്തിനാണ്, മോറൽ ഡ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സോഷ്യലി ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ, അപ്പോൾ മോറൽ ഡ്യൂട്ടി കാണിക്കും. വി ഓട്ട് ടു റെസ്പെക്ട് എൽഡേഴ്സ്, നമ്മൾ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. പിന്നെയാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് ആണ്. ഇത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, നമുക്ക് വേഗം ചെയ്യാം. ഷീ ഈസ് ഫോണ്ട് ഡാഷ് മ്യൂസിക്, ഇതിലെന്താ വരിക? ഫോണ്ട് ഫോർ ആണോ, ഇൻ ആണോ, ടു ആണോ, ഓഫ് ആണോ, വിത്ത് ആണോ? വേഗം പറഞ്ഞോളൂ. ഷീ ഈസ് ഫോണ്ട് ഡാഷ് മ്യൂസിക്, എന്താ വരേണ്ടത്? യെസ്, വെരി ഗുഡ്, ഓഫ് വരും അല്ലേ. ഷീ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക് വരും. അടുത്തത് ടീച്ചർ ഈസ് സ്പീക്കിംഗ് ഡാഷ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിനോട് ടീച്ചർ സംസാരിക്കുന്നു. അപ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് വരിക? അവരോട് ചെയ്യുന്നു അല്ലേ, അതിലേക്ക് പോകുന്നു, പാർക്കിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ യെസ്, വെരി ഗുഡ്, ടു. അടുത്തത് ദർ ഈസ് എ പെൻ ഡാഷ് മൈ ബാഗ്, ഒരു പെന്നുണ്ട്, എൻ്റെ ബാഗിൽ ഒരു പെന്നുണ്ട്. അപ്പോൾ എന്താ വരേണ്ടത്? ബാഗിൽ, ഉള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വരും? യെസ്, ഇന്ന് വരും, വെരി ഗുഡ്. ദിസ് ഗിഫ്റ്റ് ഈസ് ഡാഷ് യു, ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിനക്കായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഏത് വരും? യെസ്, ഫോർ വരും.
then he cut the paper dash a pair of scissors. ഒരു സിസേഴ്സ് വെച്ചിട്ട് അല്ലെ കത്രിക വെച്ചിട്ട് അവൻ പേപ്പർ മുറിച്ചു. അപ്പോൾ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എന്നുള്ള മീനിങ് വരുമ്പോൾ എന്തൊരു യെസ് വിത്ത് വരും. ഓക്കെ, ഇതാണ് പ്രിപ്പോസിഷൻസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും തെറ്റുകളാണ് വരിക എന്ന് പറഞ്ഞു, സ്പെല്ലിംഗ് എററും വരാറുണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഡിറ്റ് പാസേജിലേക്ക് കടക്കാം. There is people who is daring enough to go for any extent to pursue their dreams. പറഞ്ഞു there is people. എന്താണ് തെറ്റുള്ളത്? നമ്മൾ ആദ്യം പഠിച്ച കോൺകോഡ് അല്ലേ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ വരുന്ന പോലെ ഇതിൽ എന്താണ് തെറ്റ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് വൺ എന്താണ് തെറ്റിയിട്ടുള്ളത്? ഈസ് മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം? there are people അല്ലെ, there are people who is daring. നോക്കി അവിടെ എന്താ പ്രശ്നം? who is daring. yes, who are daring enough to go for any extent എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോറിന് പകരം എന്താ വേണ്ടത് അവിടെ? ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകുന്ന ആളുകളുണ്ട് എന്നാ പറയുന്നത് അല്ലേ. യെസ്, വെരി ഗുഡ് വിഷ്ണു വി പി, വെരി ഗുഡ്. എന്ത് വരും? യെസ് ഷെഫീഖ്, യെസ് വെറൈറ്റി വ്ലോഗ്. ഓക്കെ, യെസ് 2 വരും അല്ലെ, 2 വരും. ഗോ ടു എനി എക്സ്റ്റെൻറ്റ് അല്ലേ, ടു പെർസ്യൂ ദർ ഡ്രീംസ്. ആ ദറിൻ്റെ പ്രത്യേകത കണ്ടോ നിങ്ങൾ? സ്പെല്ലിംഗ് എററാണ് കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വേഗം തന്നെ ചാറ്റ് ബോക്സിലിട്ടേ. ദർ, യെസ് ദയർ അല്ലെ, ദയർ അവരുടെ എന്നാണ് പറയുന്നത് അല്ലേ, ദയർ അവരുടെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മോഡാൽസ് കണ്ടു, അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ നമ്മുടെ പ്രിപ്പോസിഷൻസും ഒക്കെ വെച്ച് പഠിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതിലെന്താണ് പ്രശ്നം? ഇതിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ വായിച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. മൈ ഇൻസ്പിരേഷൻ കം ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഓൺ റൂറൽ കെന്യ. As I was growing up, I witnessed forests being cleared and replaced by commercial plantations who destroyed local biodiversity and the capacity of the forest to conserve water. നോക്കിക്കേ, ഇതിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്? മൈ ഇൻസ്പിരേഷൻ കം ഫ്രം, പറയാം കം ഫ്രം. ഓക്കെ, യെസ്, അവിടെ എന്താണ്? കം ഫ്രം തെറ്റിയിട്ടുണ്ട്. ഓക്കെ, കെയിം അല്ല, അവിടെ ഒരു തെറ്റുണ്ട്, അണ്ടർലൈൻ ചെയ്യില്ല അല്ലേ, എന്നുള്ളത് ചെയ്യില്ല. ഓക്കെ, യെസ്, പിന്നെ തെറ്റിയിട്ടുള്ളത് ഓൺ റൂറൽ കെന്യ. Okay, as I was growing up, I witnessed forests being cleared, okay, and replaced by commercial plantations who destroyed local biodiversity and the capacity of the forest to conserve water. എന്തൊക്കെയാണ്? കംസ് ആണോ വരിക? യെസ്. എങ്ങനെ കിട്ടി? ഇത് സിംഗുലർ ആണ് അല്ലേ, ഇത് സിംഗുലർ ആണ്, ഇതാണ് സബ്ജക്റ്റ്. ഓക്കെ, സിംഗുലർ ആണ്. എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ എന്താണ്? ഇവിടെ സിംഗുലർ വെർബാണ് വേണ്ടത്, അതുകൊണ്ട് നമുക്ക് സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ കംസ് ആണ്. ഓക്കെ, എങ്ങനെ കിട്ടി? ഡസ് പ്ലസ് കംസ്. ഓക്കെ, യെസ്. ഇനിയോ അടുത്ത് നോക്കി, ഓൺ റൂറൽ കെനിയ. അത് നമ്മൾ എന്താക്കണം? രണ്ടാമത്തെ ഓൺ റൂറൽ കെനിയ എന്നുള്ളതിൽ ഓൺ എന്താക്കണം? യെസ്, ലിത്യ കുട്ടി. ഓക്കെ, ഇന്നാക്കണം, വെരി ഗുഡ്, ഇന്നാക്കണം. ഇനി മൂന്നാമത്തെ എന്താ തെറ്റ്? ബീൻ എന്നുള്ളത്. ഐ വിറ്റ്നസ്ഡ് ഫോറസ്റ്റ് ബീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബീങ്, വെരി ഗുഡ് റായ. ഓക്കെ, റായ്, അയ്യോ പേരെന്താന്ന് വായിച്ചില്ല മിസ്. ഓക്കെ, ബീൻ എന്ന് പറയുമ്പോൾ ബീങ് ആണ് വേണ്ടത്, ബീങ്. ഓക്കെ, അടുത്തത് കൊമേഴ്ഷ്യൽ. അതിനെന്താ തെറ്റ്? കൊമേഴ്ഷ്യൽ. അതിലെന്താ തെറ്റുള്ളത്? വോസ് വേറെ ആവില്ലേ, അതിനെവിടെ വോസ് ഉള്ളതിൽ? യെസ്, കൊമേഴ്ഷ്യൽ എന്താണ്? സ്പെല്ലിംഗ് എറർ ആണ്. കൊമേഴ്ഷ്യൽ സ്പെല്ലിംഗ് എറർ ആണ്. അടുത്തത് എന്താണ്? ഹൂ ഡിസ്ട്രോയിഡ്. അവിടെ എന്താ തെറ്റിയിട്ടുള്ളത്? ഹൂ ഡിസ്ട്രോയിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാന്റേഷൻ എന്താണോ, പ്ലാന്റേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, റിലേറ്റീവ് പ്രൊനൗൺ ആണ് വന്നിട്ടുള്ളത്. യെസ്, വിച്ച് ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ തെറ്റുകൾ ഇതാ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിച്ച്. യെസ്, ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ തെറ്റുകൾ വരാം, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. അടുത്ത് നോക്കി, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ്ഡ് ഓൺ അന്റോണിയോ ലൈക്ക് എ ബുൾ സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. നോക്കിക്കേ, ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ. അവിടെ എന്താ തെറ്റിയിട്ടുള്ളത്? ഫെലിക്സ് വാസ് ഓഫ്, അവിടെ എന്താണ് വരുന്നത്?
യെസ്, ഓഫിൻ്റെ സ്പെല്ലിംഗ് ആണ് തെറ്റിയിട്ടുള്ളത് അല്ലേ. ഓഫ്, ഈ ഓഫാണ് വരേണ്ടത് അല്ലേ. സ്റ്റൂളിൽ നിന്നും എഴുന്നേറ്റു എന്നുള്ള അർത്ഥമാണ് വേണ്ടത്. ഓക്കെ, ഓഫ് ഹിസ് സ്റ്റൂൾ എന്ന് വന്നു. ഇനിയോ അന്റോണിയോൻ്റെ മേലേക്ക് അല്ലേ, റഷ്ഡ് ഓൺ അന്റോണിയോ, നമ്മളൊരാളെ അറ്റാക്ക് ചെയ്യാണ്, അപ്പോൾ അയാളുടെ മേലേക്ക് വന്നു എന്നാണ് പറയുന്നത് അല്ലേ. അയാളുടെ അടുത്തേക്ക് വന്നു, അയാളെ നേരെയാക്കിയിട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വരണം? ഓൺ ടുവോ അല്ലല്ല, അവിടെ എന്ത് വരും? അറ്റ്. യെസ്, ആരാണ്? അഭിഷേകാണ് പറഞ്ഞേ. അറ്റ്. ഓക്കെ, അറ്റ് അന്റോണിയോ. അന്റോണിയോൻ്റെ മേലേക്ക് അറ്റാക്ക് ചെയ്തു എന്നുള്ള മീനിങ് വരുമ്പോൾ നമുക്ക് അറ്റാണ് വെക്കേണ്ടത് കേട്ടോ. അറ്റാണ് അവിടെ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ്ഡ് അറ്റ് അന്റോണിയോ ലൈക്ക് എ ബുൾ സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ് എന്നുള്ളത് വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വരിക. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അടുത്തൊരു പാസേജ് ആണ്. ഇതും കൂടെ ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെ അറ്റാക്ക് ചെയ്തു, ഒരാളെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അറ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, 40 minutes റിമൈനിങ്ങോ. ഓക്കെ, നമുക്ക് വേഗം നോക്കാം കേട്ടോ. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ ഷീ വുഡ് സാറ്റ് വിത്ത് സം പേഴ്സൺ ഓൺ വൺ ഓഫ് ദ റൂം ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. ഐ വുഡ് ഓഫൻ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹം, രത്ന, what do you talk with each person for the whole lunch hour? എന്തൊക്കെയാണ് തെറ്റ് നോക്കിയേ, വേഗം തീർക്കാം കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് തന്നെ ഷീ വുഡ് സാറ്റ്, വായിക്കുമ്പോൾ തെറ്റ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. വൺ ഓഫ് ദ റൂം, they would have long chats. I would often wonder what they talked about. Then one day I finally asked her, Ratna, what do you talked with each person for the whole lunch hour? കിട്ടുന്നുണ്ടോ? യെസ്, അതായത് മോഡൽ ഓക്സിലറീസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത് എന്താ? വുഡാണ്. വുഡ് മൊഡാലാണ്. ഓക്കെ, ഈ മൊഡാലിൻ്റെ കൂടെ എപ്പോഴും V1 ഫോം ആയിരിക്കും അപ്പുറത്തുണ്ടാവുക. ഓക്കെ, വുഡ് വന്നു, അപ്പോൾ എന്തായിരിക്കും? V1 ഫോം ആയിരിക്കും അപ്പുറത്തുണ്ടാവുക. ഇവിടെ എന്താണ്? സാറ്റാണ് കിടക്കുന്നത്, പാസ്റ്റ് ടെൻസാണ് കിടക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിനെ പ്രസൻറ്റ് ടെൻസിലേക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ വുഡ് സിറ്റ് എന്ന് വരും അല്ലേ. ഇനിയോ വൺ ഓഫ് ദ റൂം, അതെന്താ പ്രശ്നം? വൺ ഓഫ് ദ ഈ വൺ ഓഫ് ദ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? പ്ലൂരൽ സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പ്ലൂരൽ നൗൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. വൺ ഓഫ് ദ കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്നാണ് ഞാൻ എഴുതിയത്, തെറ്റാണത്. എന്തുകൊണ്ടാണ്? എന്താ അർത്ഥം പറയുന്നത്? കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വൺ അല്ലേ, കുറേ ഉള്ളതിൽ വെച്ചിട്ട് ഒരാൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? വൺ ഓഫ് ദ റൂംസ് എന്നാണ് വരുന്നത്. ഇവിടെ എന്താണ്? ഫ്രണ്ട്സ് എന്നാണ് വരുന്നത്. വൺ ഓഫ് ദ റൂംസ് എന്ന് വരും. ഓക്കെ, ഇവിടെ റൂംസ്. ഇനി അടുത്തത് രത്ന, അത് കഴിഞ്ഞിട്ട് പങ്ക്ച്വേഷൻ മാർക്ക്, ഒരു എന്താണ്, ഒരു കോമ ഇടാം. എന്നിട്ടോ വാട്ട് ഡു യു ടോക്ക്ഡ് വിത്ത് ഈച്ച് പേഴ്സൺ, അതിലും തെറ്റുണ്ട്. യെസ്, ഓക്കെ, വൺ ഓഫ് ദ റൂംസ്. ഓക്കെ, ഇങ്ങനെ വരും, വുഡ് സിറ്റ് വരും, പിന്നെന്താ വൺ ഓഫ് ദ റൂംസ് എന്ന് വരും, ടോക്ക്ഡിൻ്റെ ടോക്ക് എന്നായിട്ട് മാറും. ദെൻ രത്ന വാട്ട്. ഓക്കെ, നീ എന്താ സംസാരിക്കുന്നതെന്നുള്ള അർത്ഥം മതി ഇവിടെ. ഓക്കെ, അതുകൊണ്ട് ടോക്കായിട്ട് മാറി. ദെൻ എന്താണ്? ദെൻ ഈച്ച് പേഴ്സൺ, യെസ്, രത്ന വാട്ട്. അവിടെ ഒരു എന്താണ് കോമയും കൂട്ടിയിട്ടാണ് കേട്ടോ. പങ്ക്ച്വേഷൻ മാർക്കിൻ്റെ ഒരു മിസ്റ്റേക്കും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ കേട്ടോ. ആകെ ശ്രദ്ധിക്കാനുള്ള ടെൻസ് നോക്കി വയ്ക്കുക. നിങ്ങൾ ടെൻസ് തെറ്റിയിട്ടുണ്ടാവും. അണ്ടർലൈൻ വരാത്തതുകൊണ്ട് നമുക്ക് തോന്നും ചിലപ്പോൾ എവിടെ തെറ്റ് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. മോഡൽ ഓക്സിലറീസ് നോക്കുക. മോഡൽ ഓക്സിലറീസിൻ്റെ അപ്പുറത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് തെറ്റായിരിക്കും. നിങ്ങൾ V1 ഫോം ആക്കിയിട്ടിടാം. ഈ കാര്യം നോക്കുക. അതുപോലെ തന്നെ എന്താക്കണം? യെസ്, ഇൻ വൺ ഓഫ് ദ, യെസ്, അവിടെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ. സം പേഴ്സൺ, ഓൺ അല്ല, ഇൻ. ഓക്കെ, അതും കൂടി ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ പ്രിപ്പോസിഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന്, ഓൺ, അറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, യെസ്, ഇന്നാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. എഡിറ്റിംഗ് അത്രത്തോളം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പീസസ് ഓഫ് അഡ്വൈസ് ആണ്. പീസസ് ഓഫ് അഡ്വൈസ് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുള്ളത് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നോമിത്തേൻ്റെ അടുത്ത് അമ്മ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അജിത്തിനെ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഫെലിക്സും അതുപോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ചൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ.
ഓക്കെ, അലൻ സർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫെലിക്സിൻ്റെയും അതുപോലെ തന്നെ അന്റോണിയോൻ്റെ അടുത്തും എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റിപ്പോർട്ട് നമ്മുടെ പീസസ് ഓഫ് അഡ്വൈസിൽ നമുക്ക് വരുന്നത് യു ഹാഡ് ബെറ്റർ, അതുപോലെ ഐ വുഡ് സജസ്റ്റ്, ദെൻ ഇഫ് ഐ വർ യു, വൈ ഡോണ്ട് യു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പീസസ് ഓഫ് അഡ്വൈസിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വയ്ക്കണം. യു ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് V1 ഫോമാണ് വരിക. ഓക്കെ, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് V1 ഫോമാണ് പിന്നെ വരേണ്ടത്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. ടെസ്റ്റ് നീ പഠിക്കുന്നതാണ്, മര്യാദയ്ക്ക് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് ഏർലി. കണ്ടോ, സ്ലീപ്പ്, സ്ലെപ്റ്റ് എന്നല്ല പറഞ്ഞത്, സ്ലീപ്പ് എന്നാണ് പറഞ്ഞത്. യു ഹാഡ് ബെറ്റർ ഡു ദിസ് എന്ന് പറയില്ല, നമ്മൾ ഇത് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഐ വുഡ് സജസ്റ്റ് യു റീഡ് മോർ ബുക്സ്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? V1 ഫോം. യെസ്, ക്യാൻ ആണെങ്കിലും അതെ കേട്ടോ, ക്യാൻ ആണെങ്കിലും. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് യു റീഡ് മോർ ബുക്സ്, കുറേ ബുക്സ് വായിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഐ വുഡ് സജസ്റ്റ് യു ഡ്രിങ്ക് മോർ വാട്ടർ. ഓക്കെ, അതുപോലെ ഇഫ് ഐ വർ യു, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് അല്ലേ. ഇഫ് ഐ വർ യു, ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വുഡ്. അപ്പോൾ വുഡ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോമാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, വുഡ് പ്ലസ് V1 ഫോമാണ് ഇവിടെ വരുന്നത് കേട്ടോ. വേറെ വന്നു, അതായത് പാസ്റ്റ് ടെൻസ്, ഇഫ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്ത് വുഡ് പ്ലസ് V1 ഫോമാണ് ചേർക്കേണ്ടത്. ഇഫ് ഐ വർ യു ഐ വുഡ് ലിസൺ ടു മൈ പാരൻസ്. ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്ത് എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും എൻ്റെ പാരൻസ് പറയുന്നത് കേൾക്കുമായിരുന്നു. ഇഫ് ഐ വർ യു ഐ വുഡ് നോട്ട് വേസ്റ്റ് ടൈം. ഞാൻ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യില്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. വൈ ഡോണ്ട് യു ജോയിൻ എ സ്പോർട്സ് ക്ലബ്ബ്. നിനക്ക് എന്തുകൊണ്ട് ഒരു സ്പോർട്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തുകൂടാ? വൈ ഡോണ്ട് യു ഹെൽപ്പ് യുവർ ഫ്രണ്ട്. നിൻ്റെ ഫ്രണ്ടിനെ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൂടാ? അപ്പോൾ ഇങ്ങനെയാണ് പീസസ് ഓഫ് അഡ്വൈസ് വരിക. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. യെസ്, ഫാസ്റ്റായിട്ട് എഴുതണം എന്നാണോ പറയുന്നത്? ഫാസ്റ്റായിട്ട് എഴുതണം. ഓക്കെ, പിന്നെ ഉള്ളത് കോൺവെർസേഷൻ കംപ്ലീഷൻ പോലെ വരും, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് യെസ് നോക്കാം കേട്ടോ. ഫെലിക്സ് ഇപ്പം കഴിയും ക്ലാസ് എപ്പോൾ തീരും? ഇപ്പം കഴിയും കേട്ടോ. ഫെലിക്സ് നമുക്ക് വായിക്കാം. ഫെലിക്സ് ആന്റോണിയോ, വി ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ് ബട്ട് നൗ വി ഹാവ് ടു ഫൈറ്റ് ഈച്ച് അതർ. അപ്പം ആന്റോണിയോ പറയാണ് യെസ് ഫെലിക്സ്, ഐ ഓൾസോ ഫീൽ എ വാൾ റൈസിങ് ഡാഷ് അസ്. ഓക്കെ, എമങ് ഉണ്ട്, ബിറ്റ്വീൻ ഉണ്ട്. ഇതിൽ ഏതാണ് വരേണ്ടത്? നമ്മുടെ ഇടയിൽ ഒരു വാൾ ഗ്രോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ എന്നുള്ള മീനിങ് വരുമ്പോൾ എമങ് വരുമോ അതുപോലെ ബിറ്റ്വീൻ വരുമോ? ഏതാണ് വരേണ്ടത്? വേഗം തന്നെ പറഞ്ഞേ. ഇപ്പം കഴിയും ക്ലാസ്. യെസ്, ബിറ്റ്വീൻ ആണ്. എന്തുകൊണ്ടാണ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞത്? കറക്റ്റായിട്ട് 2 പേരുടെ ഇടയിൽ എന്ന് വരുമ്പോൾ ബിറ്റ്വീൻ വരും അല്ലേ. കുറേ പേരുണ്ടെങ്കിലാണ് എമങ് വരാറുള്ളത്. അപ്പം ഞങ്ങളുടെ 2 പേരുടെ ഇടയിൽ എന്നാണ് പറയുന്നത്. ഫെലിക്സ് പറയുന്നത് ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് യു. എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യണമെന്നില്ല. ബട്ട് ഇഫ് വി ഫൈറ്റ് ഓൺലി വൺ ക്യാൻ ഡാഷ്. ഇവിടെ എന്താ വരേണ്ടത്? നമ്മൾ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇഫ് അല്ലേ, ഇഫ് വി ഫൈറ്റ് V1 ഫോമാണ്. ഇഫ് കഴിഞ്ഞിട്ട് V1 ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ക്യാന് പ്ലസ് V1 ഫോം ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? നമ്മൾ ജയിക്കും. യെസ്, വെരി ഗുഡ്. വൺ ക്യാൻ വിൻ. അടുത്ത് ആന്റോണിയോ പറയുന്നത് ട്രൂ, ഇഫ് വൺ ഓഫ് us വിൻസ് വി വിൽ സ്റ്റിൽ റിമെയിൻ ഡാഷ്. ഓക്കെ, എന്തായിരിക്കും? നമ്മളിൽ ഒരാൾ ജയിക്കുകയാണെങ്കിലും നമ്മൾ എന്തായിരിക്കും? നമ്മളെന്തായിരിക്കും? ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, വി വിൽ റിമെയിൻ, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. യെസ്, ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ തുടരും. അടുത്ത നോക്കിക്കേ, ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് വി ഡോണ്ട് സീ ഈച്ച് അതർ അൺടിൽ ദ ഫൈറ്റ്. ഐ വിൽ സ്റ്റേ ഡാഷ് ഓൺ ലൂസി. ഇവിടെ എന്താണ്? ടു ആണോ വിത്താണോ? ആൻഡ് ലൂസിൻ്റെ കൂടെ, ഓൺ ലൂസിൻ്റെ കൂടെ ഞാൻ സ്റ്റേ ചെയ്തോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ടു വരുമോ വിത്ത് വരുമോ? യെസ്, വിത്ത് വരും. ഓക്കെ, വിത്ത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വിത്താണ് വരേണ്ടത്. അടുത്ത ഗുഡ് ഐഡിയ, ഇഫ് വി ഡാഷ് സോ ആണോ സി ആണെന്ന് പറയാം കേട്ടോ. ഇഫ് വി ഡാഷ് ഈച്ച് അതർ ബിഫോർ ദ ഫൈറ്റ് ഇറ്റ് മീൻസ് ഡിസ്റ്റർബ് അവർ മൈൻഡ്സ്. എന്ത് വരണം? സോ ആണോ സി ആണോ? നമ്മൾ കാണുവാണെങ്കിൽ നമ്മളെ ഇറ്റ് മേ ഡിസ്റ്റർബ്. V1 ഫോമാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ. V1 ഫോം വരുമ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ഇഫ് വി സീ എന്നായിരിക്കും വരിക. ഡീൽ, വെൻ വി മീറ്റ് ഇൻ ദ റിംഗ് വി വിൽ ഫൈറ്റ് ഡാഷ്. ഫെയർ ആണോ ഫെയർലി ആണോ? ആൻഡ് ആഫ്റ്റർ ദ ഫൈറ്റ് വി വിൽ ബി ടുഗെദർ അഗെയിൻ ജസ്റ്റ് ലൈക്ക് നത്തിങ് ഹാപ്പൻഡ്. ഏതാ വരുന്നത്? ഫെയർലി. വെരി ഗുഡ്, ഫെയർലി. അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷൻ കംപ്ലീഷൻ വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കിട്ടണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ക്ലോസ് വരുമ്പോൾ ഒന്ന് മിസ് എഴുതി വെക്കാം. ഇഫ് ക്ലോസ് വരുമ്പോൾ ഒന്നുമില്ല, ഇഫ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ടെൻസ് വന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? വില്ല് അല്ലെങ്കിൽ ക്യാന് എന്തോ ആവട്ടെ അല്ലേ, വില്ല് ക്യാന് മെയ് എന്തോ ആവട്ടെ,
അത് പ്ലസ് V1 ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇഫ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ്, അതായത് ഇഫ് ഐ വെർ യു അല്ലേ, ഇഫ് ഐ വെർ യു ഐ വോണ അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ വരേണ്ടത് വുഡ്. ഓക്കെ, വുഡ്, കുഡ് ഏത് വേണമെങ്കിലും കേട്ടോ, കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ് ചെയ്യുക. ഓക്കെ, വുഡ്, കുഡ്, മൈറ്റൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ V1 ഫോം ചേർക്കണം. പിന്നെ ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, വുഡ് ഹാവ് പ്ലസ് V3 ഫോം ചേർക്കണം. ഇതാണ് നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ ആ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് കോൺവെർസേഷൻ കംപ്ലീഷൻ ഈസി ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, ആക്റ്റീവും പാസീവും ഒക്കെ എടുത്തു കേട്ടോ. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഇനി നമുക്ക് ഇഡിയംസ് ആണുള്ളത്. ഇഡിയംസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, എന്നാലും ഇതുവരെയുള്ളത് നോക്കി വയ്ക്കുക കേട്ടോ. വിൻ വിൻ സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആ സിറ്റുവേഷൻ രണ്ട് പാർട്ടീസിനും എന്താണ് അവരുടെ രീതിയിൽ ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുക. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫേവറബിൾ ആയിട്ടും അൺഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ. ടു ബി ഓൾഡ് ഫാഷൻഡ് എന്ന് വെച്ചാൽ എന്താ, പഴയ ക്ലോത്ത്സ് അല്ലെ, ടു വെയർ ക്ലോത്ത്സ് ഓർ ഡു സംതിങ് ദാറ്റ് ഈസ് നോ ലോങ്ങർ ഇൻ സ്റ്റൈൽ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഡ്രസ്സ്, അങ്ങനത്തെ സ്റ്റൈൽ, അതിനെയാണ് പറയുന്നത്. അഹെഡ് ഓഫ് ദ കർവ് എന്ന് വെച്ചാൽ ടു ബി മോർ അഡ്വാൻസ്ഡ് ദാൻ ദ കോമ്പറ്റീഷനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുക. കട്ട് കോർണേഴ്സ് എന്ന് വെച്ചാൽ ടു ടേക്ക് ഷോർട്ട് കട്ട്സ് ആൻഡ് ഫൈൻഡ് ആൻ ഈസിയർ ഓർ ചീപ്പർ വേ ടു ഡു സംതിങ്. നല്ല ഷോർട്ട് കട്ട്സ് ഒക്കെ എടുത്തിട്ട് എന്താണ് കൂടുതൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ചീപ്പർ വേ കിട്ടി എന്ന് പറയുമ്പോൾ കേട്ടോ. അടുത്ത ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി, കുറച്ച് ഓൾറെഡി എന്താണ് മുറിവിൽ ഉപ്പ് പുരട്ടാന്ന് പറയില്ലേ, നമുക്ക് ഓൾറെഡി മുറിവ് പറ്റിയിട്ടിരിക്കുകയാണ്, എന്നിട്ട് വീണ്ടും അതിന് ഒരു ബാഡ് എഫക്റ്റ് കൂട്ടുക എന്നുള്ള മീനിങ് ആണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ട് എന്നുള്ള മീനിങ് ആണ്. ദ ലാസ്റ്റ് സ്ട്രോ എന്ന് വെച്ചാൽ അവസാനം കച്ചിത്തുരുമ്പ് എന്ന് പറയില്ല, അവസാനം രക്ഷപ്പെടാനുള്ളൊരു വഴി. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലേ, കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയും. മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ എന്താണ്, നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷേ അതിൽ നിന്നും നല്ലതൊന്നും എടുക്കാൻ പറ്റാതെ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കളയുന്നതിനാണ് മിസ് ദ ബോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഗ്രാമറിൽ നമുക്കിപ്പോൾ പഠിക്കാനുണ്ടായിരുന്നത്. നമ്മളെല്ലാം നോക്കിയിട്ടുണ്ട്. എഡിറ്റിംഗ് ഈസി ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ യെസ് എന്താണ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. യെസ്, അപ്പോൾ നോട്ട്സ് ഇപ്പോൾ അയക്കും കേട്ടോ, മിസ് ഇപ്പോൾ അയക്കും, മിസ്സിൻ്റെ നോട്ട്സ് ഇപ്പോൾ അയക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഓണം ഓഫറൊക്കെ ഉണ്ട്, അത് മറക്കരുത്. നിങ്ങൾ വേഗം തന്നെ നമ്മുടെ UYARE ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ക്ലാരിറ്റി ഉള്ള ഫോട്ടോ എടുത്തിട്ട് ഒന്ന് മിസ്സിൻ്റെ ഈ ഒരു ഇൻസ്റ്റ ഐഡിയിലേക്ക് ഒന്ന് അയക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് മിസ്സിൻ്റെ ഇൻസ്റ്റ ID. അപ്പോൾ അതിലേക്ക് ഒന്ന് അയക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ താങ്ക് യു മക്കളെ. അതുപോലെ തന്നെ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാം, ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും. നമ്മളെല്ലാം നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം ഈ ഒരു ലൈവിൻ്റെ താഴെ വന്ന് പറയാം. ക്ലാസ് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് താഴെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല ഈസി ആയിട്ടുള്ള എക്സാം ആവട്ടെ. മിസ്സിൻ്റെ ബ്ലെസ്സിങ്സും പ്രേയേഴ്സൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിനൊക്കെ നമുക്ക് ഇനിയും അങ്ങോട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ മിസ് പോവാണ്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നമുക്കിനി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് മിസ് ഫ്രീ ആവണമെന്ന് എന്തായാലും നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ മിസ് പോവാണ്. ഗുഡ് മോർണിംഗ് എവറി വൺ. സോ ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.